ഞാൻ ഇന്ന് ഈ മീറ്റിങ്ങിന് വരാൻ പറ്റും എന്ന് കരുതിയതല്ല. നേരത്തെ ഡേറ്റ് കൊടുത്തെങ്കിലും ഞാൻ ഈ നിരന്തരമായിട്ട് ഉറക്കമില്ലാതെ ഇങ്ങനെ യാത്ര ചെയ്യുന്നതുകൊണ്ടായിരുന്നു തോന്നുന്നു എനിക്ക് ഒരു 5 മിനിറ്റ് കൂടുതൽ ഇങ്ങനെ നിൽക്കുമ്പോൾ തല കറങ്ങാൻ തുടങ്ങും. എൻ്റെ ഇയർ ബാലൻസിന് എന്തോ പ്രശ്നമുണ്ടായി. അപ്പം ഞാൻ വിഷമിച്ചു, കർത്താവേ, ഞാൻ എങ്ങനെ പോയി ഇത്ര നേരം നിൽക്കും? എനിക്ക് നിൽക്കാൻ പോയിട്ട് 2 മിനിറ്റ് സംസാരിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ലല്ലോ. മാറ്റി വെച്ചാലോ, വേറെ ആരെങ്കിലും വിട്ടാലോ എന്നിങ്ങനെ ചിന്തിക്കുമ്പോഴൊക്കെ പാസ്റ്റർ ഓരോ ഫ്ലെക്സിന്റെ ഫോട്ടോ അയച്ചു തരും. ആമേ, എന്തായാലും കുഴപ്പമില്ല, പോണം എന്ന് മനസ്സിൽ തീരുമാനിച്ചു. അങ്ങനെ ആഗ്രഹിച്ചു വന്നു. കർത്താവ് ഇന്ന് വലിയ കാര്യം ചെയ്യും. ഇത് കേൾക്കുമ്പം പരീക്ഷ മനോഭാവമുള്ളവര് കുറുന്തോട്ടിക്കും വാദമാണോ എന്ന് ചിന്തിക്കരുത്. ഞങ്ങളും മനുഷ്യരാണ്, ഞങ്ങൾക്ക് ഉറക്കമൊക്കെ വേണം. എൻ്റെ ഓർമ്മ ശരിയാണ്, ഞാൻ കൃത്യമായിട്ട് ഒരു 5 മണിക്കൂർ ഉറങ്ങിയിട്ട് ഒരു 4 മാസമെങ്കിലായി. ഓരോ ആഴ്ചയിലും ഓരോ രാജ്യങ്ങളിലാണ്. ഒരു രാജ്യത്ത് 3 മണിക്കൂറാണ് ടൈം സോൺ വ്യത്യാസമെങ്കിൽ അത് കഴിഞ്ഞ് ഇന്ത്യയിലോട്ട് വരുമ്പം വേറൊരു ടൈം സോണാണ്. അടുത്ത ആഴ്ച അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ വേറൊരു ടൈം സോണാണ്. ഇങ്ങനെ മാറി മാറി കയറി ഇറങ്ങി എൻ്റെ ഹെൽത്തിനെ ഭയങ്കരമായിട്ടത് ബാധിച്ചു. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ അസാധാരണമായത് ഒരാമൻ പറയാമോ? ഇന്ന് ഈ ഹാളിൽ കയറിയിട്ടുള്ള എല്ലാ ശുശ്രൂഷകരോടും ഞാൻ പറയട്ടെ, നിങ്ങളുടെ സമയമാണ്. ഒരാളുടെയും സ്തോത്ര കാഴ്ചയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇനി നിൽക്കരുത്. ഇറങ്ങി പുറപ്പെടുക. കർത്താവ് നിങ്ങൾക്ക് സീസൺ തുടങ്ങി തന്നിരിക്കുന്നു. നിങ്ങളുടെ സീസൺ ആരംഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാൽ ഈ ഇമ്പാർട്ടേഷൻ വേണോ? ആമേൻ. കർത്താവ് നമ്മുടെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായി. കർത്താവ് നമ്മുടെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യത്തില്ല. ഈ മാസ്ക് വെച്ച ആളെ എവിടുന്നാ വന്നേ? പറഞ്ഞാ മതി, കുഴപ്പമില്ല, അവിടെ നിന്നു. ഈ തിരുവനന്തപുരംകാരാ? ആരാ കൂട്ടത്തിലുള്ള? അമ്മ. ഒരു ഗുളികയുടെയും സഹായം ഇല്ലാതെ നീ ഇപ്പൊ മാനസിക രോഗത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗുളികയുടെയും സഹായം ഇല്ലാതെ നീ ഇനി സൗഖ്യത്തോടെ ജീവിക്കും. വേണ്ടേ? സൗഖ്യം വേണ്ടേ? പറ. ഉപേക്ഷിച്ചു പോയവരെല്ലാം നിന്നെ തേടി വരും. യേശുവിനെ സ്വന്തം അപ്പനെ പോലെ ഇവിടുന്ന് കൂടെ കൊണ്ടുപോവാമെങ്കിൽ 2 കിഡ്നി തരും. കേട്ടോ പറഞ്ഞേ? ഒന്ന് കൈയടി നിർത്തിക്കേ. എല്ലാ ശബ്ദവും നിർത്തിക്കേ. എല്ലാ ശബ്ദവും. കർത്താവ് സൗഖ്യമാക്കിയെന്ന് കേട്ടോ. ആമേൻ പറ. ആമേൻ. ഡയാലിസിസിനോ മരുന്നിനോ ഒരു ഗുളികയ്ക്കും തരാൻ പറ്റാത്ത വിടുതൽ യേശു തന്നിരിക്കുകയാണ് കേട്ടോ. ഒരു 10 ദിവസം കഴിയുമ്പം ഈ ശരീരം സൗഖ്യത്തോട് പ്രതികരിക്കാൻ തുടങ്ങും.
നിങ്ങളുടെ ക്രിയാറ്റിൻ ലെവൽ നോർമലാകാൻ തുടങ്ങും. ബ്ലഡിൻ്റെ കൗണ്ടുകൾ നോർമലാകും. പഴയതിനേക്കാൾ ഊർജവത്തോടെ ജീവിക്കും കേട്ടോ. ആമേൻ. ഒരാമേൻ പറഞ്ഞ. ഇങ്ങനെ ഫ്രീ ആയിട്ട് മരുന്ന് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങൾക്കറിയാവോ? ഇങ്ങനെ ഫ്രീ ആയിട്ട് മരുന്ന് കൊടുക്കുന്ന ആരെങ്കിലും അറിയാവോ? ആമേൻ. രണ്ടുപേരെ തൊട്ടിട്ട് പറ, ഭൂമിയിൽ സൗജന്യമായിട്ട് ചികിത്സ ചെയ്യുന്ന ഒരു ഡോക്ടറേ ഉള്ളൂ, അത് യേശുവാണ്. സ്തോത്രം. എല്ലാവരും പറഞ്ഞേ, ഇന്ന് എൻ്റെ ടൈം സോൺ മാറിയിരിക്കുകയാണ്. ഉറക്കെ പറ. നാണമാണോ പറയാൻ? നാണമുള്ളവർ പറയണ്ട, അത് പറയുന്നവരുടെ സ്ഥിതി മാറും. ഹല്ലേലൂയ. ഞാൻ എൻ്റെ 1-2 സാക്ഷ്യം പറഞ്ഞിട്ട് നിങ്ങളോടുള്ള ദൂതിലേക്ക് വരാം. എല്ലാവരും ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഒരു ഡിസ്റ്റർബൻസും ഇല്ലല്ലോ? ഓക്കെ. ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്കൊരു 13-14 വയസ്സുള്ളപ്പം ഈ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു വലിയ തകർച്ചയ്ക്കകത്തു നിന്നാണ് ഞാൻ യേശുവിനെ അറിയാനിടയായത്. ഒരു കൂട്ട ആത്മഹത്യക്ക് മുമ്പിൽ നിന്ന് ഒരു രാത്രി കർത്താവ് ഞങ്ങളുടെ വീട് തേടി വന്നു. ആ ഒരു 4-5 മാസം എൻ്റെ കുടുംബം മുഴുവൻ പട്ടിണിയായിരുന്നു. സ്തോത്രം. എൻ്റെ വീട്ടിൽ ആർക്കും ആ സമയത്ത് സുബോധമില്ല, എല്ലാവരും ഭ്രാന്തന്മാരെ പോലെ. ഞാൻ ഈ റോഡിൽ കൂടെ ഒക്കെ പോകുമ്പം ബേക്കറികളൊക്കെ കാണുമ്പം, ബേക്കറിയിൽ ഇരിക്കുന്ന പപ്സും ഉഴുന്നോടെയൊക്കെ കാണുമ്പോൾ വെള്ളം ഇറക്കിയിട്ടുണ്ട്. ഹലോ, എനിക്കിത് പറയാൻ നാണമില്ലാത്തതിൻ്റെ കാര്യം എന്തെന്നറിയോ? ഇന്ന് എനിക്ക് എന്തും വാങ്ങാൻ പറ്റും. ആമേൻ. അതിൻ്റെ കാരണം യേശുവാണ്. ഞാൻ ആദ്യം സ്നാനപ്പെടുത്തുന്നത് എന്നെ സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചറിനെയാണ്. നിങ്ങളോട് ഞാനൊരു പ്രവചനമൊന്നുമല്ല, എൻ്റെ അനുഭവത്തിൽ നിന്ന്, എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് പറയുക. നിങ്ങളെ എവിടെയെങ്കിലും ദൈവമായിട്ട് ചതച്ച് പിഴിയുന്നുണ്ടെ ഓർത്തോണം, അതെവിടെയോ കൊടഞ്ഞ് വിരിക്കാനാണ്. സത്യം. എവിടെയെങ്കിലും നിങ്ങളെ ചതച്ച് പിഴിയുന്നുണ്ടെ ഓർത്തോ, നല്ല വൃത്തിയായിട്ട് എവിടെയോ ഇത് കൊടഞ്ഞ് വിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റാത്തൊരു ഭാവി നിന്റെ അകത്തുണ്ട്. നിനക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു ഫ്യൂച്ചർ ദൈവം നിന്റെ അകത്ത് വെച്ചിട്ടുണ്ട്. മന്ത്രവാദിക്കോ, നാട്ടുകാർക്കോ, സഭക്കാർക്കോ, ശത്രുക്കൾക്കോ, സ്നേഹിതന്മാർക്കോ, സഭയിലെ പാസ്റ്റർക്കോ ആർക്കും മനസ്സിലാകാത്ത, പിടികിട്ടാത്ത, ഇന്നലെയും കൂടെ നിന്നോട് പ്രവചിച്ച പ്രവാചകന് പോലും വെളിപ്പെടുത്തി കിട്ടാത്ത ഒരസാധാരണമായ ഭാവി നിനക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ ആ കർത്താവിനെ സ്തുതിച്ച് അന്ന് ഒരു 13 വയസ്സ് 14 വയസ്സിൽ എൻ്റെ വീടൊരു പ്രാന്താലയമായിരുന്നു. ഞങ്ങൾക്ക് ബന്ധുക്കാരില്ല, സ്വന്തക്കാരില്ല, ഞങ്ങളെ അന്വേഷിച്ചാരും വരാനില്ല. എൻ്റെ കുടുംബത്തിൽ മരണത്തിൻ്റെ ഉത്സവമായിരുന്നു. പിശാച് എൻ്റെ വീട്ടിൽ കയറി തിരുവാതിര കളിച്ച ദിവസങ്ങളാണത്. ഞാൻ പറഞ്ഞില്ലേ, ആഹാരം കഴിക്കാൻ കൊതിച്ചിട്ടുണ്ട്. 14-ാമത്തെ വയസ്സിൽ ഒരു വീടിൻ്റെ മുഴുവൻ
പ്രാരാബ്ധമെന്ന് ഞാൻ പറയത്തില്ല, കാരണം എൻ്റെ അച്ഛൻ നന്നായിട്ട് അധ്വാനിക്കുന്ന ആളാണ്. ഞങ്ങളുടെ കുടുംബം അദ്ദേഹം അന്വേഷിക്കാത്തതുകൊണ്ട് പറ്റിയ കുഴപ്പമൊന്നുമല്ല. ഞങ്ങളുടെ വീടൊരു ഭ്രാന്താലയമായി, ആർക്കും സുബോധമില്ലാതായി, എല്ലാവർക്കും മരിക്കണം മരിക്കണം എന്നുള്ള ചിന്ത. സാക്ഷ്യം പറയാൻ ഈ ദിവസം പോരാ. ആ അവസ്ഥയിൽ നിന്ന് ഇന്ന് ഈ കാണുന്ന നിലയിലേക്ക് എത്തിച്ചത് അഭിഷേകമല്ല, പരിശുദ്ധാത്മാവാണ്. അഭിഷേകത്തിന് രണ്ടാമത്തെ സ്ഥാനമേ ഉള്ളൂ. ഒന്നാമത്തെ സ്ഥാനം പരിശുദ്ധാത്മാവുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. ഒന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് ആദ്യം വരുന്നത് ആളത്വം, പിന്നെയാണ് അതിൻ്റെ മാനിഫെസ്റ്റേഷൻ. ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശേഷം, അല്ലെങ്കിൽ ആ പരിശുദ്ധാത്മാവ് അകത്ത് വന്നതിനോട് ബന്ധപ്പെട്ടാണ് ആ ആത്മാവിൻ്റെ ശക്തി നിങ്ങളിൽ പ്രവർത്തി തുടങ്ങുന്നത്. ഇന്നത്തെ ഒരുപാട് ജനറേഷന് പറ്റിയൊരു പ്രശ്നം, ഇവർ ഇമ്പാർട്ടേഷന്റെ പുറകെ ഓടി നടക്കും. എവിടുന്നൊക്കെ കൈവപ്പ് കിട്ടാമോ അവിടെയൊക്കെ പോയി കൈവപ്പ് വാങ്ങും. പ്രശ്നം, ഒരു 10 ദിവസം അല്ലെ 10 മാസം ഇവർ കാത്തിരിക്കും. കിട്ടിയ കൈവപ്പിന്റെ എന്തെങ്കിലുമൊക്കെ ഗുണം എൻ്റെ അകത്ത് വന്നോ ഇല്ലയോ എന്ന് ഇവർ ടെസ്റ്റ് അടിക്കും. എന്നിട്ട് ഇതൊന്നും അകത്ത് വർക്കായില്ലെങ്കിൽ ഇവര് ഒന്നെങ്കിൽ ദൈവത്തെ തള്ളി പറയും, അല്ലെങ്കിൽ ഇവര് കലപ്പയെടുക്കാൻ പോകും. എന്നാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ഒരു പ്രവീൺ പാസ്റ്ററെ കണ്ടിട്ടോ ഒരു ജസ്റ്റിൻ പാസ്റ്ററെ കണ്ടിട്ടോ നിങ്ങൾ ഒരിക്കലും കർത്താവിന് വേണ്ടി ഇറങ്ങരുത്. നിങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് ബോധ്യം ഉണ്ടെങ്കിലേ കാലു വെക്കാവൂ, അല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത്. അങ്ങനെ നിന്നാൽ കൂടെ ഉള്ളവർ തളരുമ്പം നിങ്ങളും തളരും, കൂടെ ഉള്ളവർ ക്ഷീണിക്കുമ്പം നിങ്ങളും ക്ഷീണിക്കും. ഇത് അങ്ങനെ ക്ഷീണിക്കുന്ന സ്ഥലമല്ല. ആമേൻ, ആമേൻ. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളെ, കൂടെ ഇരിക്കുന്ന ആളെ ഒന്ന് തൊട്ടേച്ച് പറ, സ്തോത്രം, നിന്റെ സാക്ഷ്യം വണ്ടിയെ കയറിയെന്ന് പറ. ഒന്ന് പറഞ്ഞേ, നിങ്ങൾക്കുള്ള വിടുതലിന്റെ, അതായത് ഇന്ന് വരെ, ഈ ദിവസം വരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത, തൊടാൻ പറ്റാത്ത എന്തോ ഒരു വലിയ കാര്യത്തെ നിങ്ങൾ തൊടാൻ പോവാണ്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാന് ഒരു 3 ദിവസം മുമ്പ് കർത്താവിനോട് ഇങ്ങനെ ചോദിച്ചു, കർത്താവേ, ഈ എൻ്റെ പ്രായത്തിലുള്ള ആളുകളൊക്കെ അടിച്ചു പൊളിച്ച് നടക്കുമ്പോൾ എന്തിനാ എന്നെ ഈ പണി ഏൽപ്പിച്ചേ? സ്തോത്രം, മനസ്സിലായോ? എന്തിനാ എന്നെ ഈ പണി ഏൽപ്പിച്ചേ? ഞാൻ ഭയങ്കര ഒഫീഷ്യലായി പോയി കർത്താവേ. ആമേൻ. നിങ്ങൾക്ക് പിടികിട്ടിയോ ഞാൻ പറഞ്ഞു? 30ാമത്തെ വയസ്സിൽ 65 വയസ്സുള്ളവരുടെ കാര്യം ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, ഞാൻ ഭയങ്കര ഒഫീഷ്യലാണ്. ഈ ഒഫീഷ്യൽ ലൈഫിനകത്ത് ആളുകൾ ബഹുമാനിക്കുന്നു, റെസ്പെക്ട് ചെയ്യുന്നു, കാറ് തുറന്നു വരുന്നു, കയറുന്നു, എന്തൊക്കെ കാണണം. ഇത് ലൈഫ് ഭയങ്കര ഒഫീഷ്യലായെന്ന് തോന്നിയപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എനിക്ക് ഒഫീഷ്യൽ ലൈഫിനോട് എനിക്ക് പറ്റുന്നില്ല. എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചവരെയും കോളേജിൽ പഠിച്ചവരെയൊക്കെ കാണുമ്പോൾ ഒന്ന് ഇറങ്ങി ചെല്ലാനും കൂട്ടുകൂടാനും ഒന്നിരുന്ന് വർത്താനം പറയാനും ഒരു നാരങ്ങ വെള്ളം കുടിക്കാനൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. പണ്ട് ഒരു 4 മാസം മുമ്പ് എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച ഒരു ആളെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഒന്ന് കാണാനിടയായി. ഇപ്പൊ കോട്ടയത്ത് ശാസ്ത്ര റോഡിന്റെ താഴെ ഒരു ഹോട്ടലിൽ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി കയറി. കഴിക്കാനിരിക്കുമ്പം
കഴിച്ചോണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പ്രവീൺ പാസ്റ്റർ അല്ലേ? അപ്പൊ എനിക്ക് മനസ്സിലായി ഇന്നത്തെ ദിവസം പോയി. പിന്നെ ഇവരെന്നെ വെയിറ്റ് ചെയ്തിരിക്കുവാ പുറത്ത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? പിന്നെ ഇവരെന്നെ വെയിറ്റ് ചെയ്ത് പുറത്തിരിക്കുകയാണ്. കാരണം ഇവർക്ക് കിട്ടിയ അവസരമല്ലേ. എനിക്ക് ആകപ്പാടെ ഡിസ്റ്റർബൻസ് ആയി. എന്റെ കൂടെ ഇരിക്കുന്നവനും ആകപ്പാടെ ഡിസ്റ്റർബൻസ് ആയി. ഇവൻ എന്നോട് പറയണം, നിന്നെ ഒന്നാമത്തെ ഭൂമി കിട്ടുന്നത് ഇപ്പോഴാണ്, അന്നേരവും നീ ബിസിയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ വിളിച്ചിട്ട് വന്നവരല്ല, ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നവർ. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യം വന്നപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് ഈ ഒഫീഷ്യൽ ലൈഫ് അങ്ങ് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. സ്തോത്രം. എനിക്ക് കൂട്ടുകാരുടെ കൂടെ ഇറങ്ങി നടക്കാനും ഒന്ന് ബൈക്ക് എടുത്ത് ഒരു റൈഡ് പോകാനും ഒക്കെ തോന്നും എന്നിങ്ങനെ ദൈവത്തോട് പറഞ്ഞപ്പം കർത്താവ് തിരിച്ചു പറഞ്ഞൊരു മറുപടി എന്നെ വീണ്ടും ഒഫീഷ്യലാക്കി കളഞ്ഞു. ആമേൻ. ആ മറുപടി ഇതാ, എടാ, തോളയിൽ സ്റ്റാർ ഉള്ള ചേട്ടന്മാർ 5-6 പേരാ വീട്ടിലുണ്ടായിട്ടും, ആമേൻ, കാട്ടിക്കടന്ന് നിന്നെ പിടിച്ച് ദയിപ്പിച്ചത് അവരുടെ ആരുടെയും കൈ കൊടുത്ത ഇത് ശരിയാകത്തില്ല. ആമേൻ, ആമേൻ. തലവനാകാൻ വിളിയുള്ളവൻ ഒഫീഷ്യലായിരിക്കും. അല്ലാത്തവർക്ക് റോഡിൽ കൂടെ ടയർ അടിച്ചോണ്ട് നടക്കാം. പലരും പലരുടെയും സാഹചര്യത്തിൽ ഒതുങ്ങിക്കൂടുമ്പോൾ അവരെ ആരെയും വിളിക്കാത്ത പോലെ ദൈവം നിന്നെ വിളിച്ചെങ്കിൽ അതിന്റെ അർത്ഥം നീ അവരുടെ നേതാവാണ്. ആമേൻ, ആമേൻ. ഒന്ന് പറഞ്ഞേ, എന്റെ കുടുംബത്തിന്റെ നേതാവാണ് ഞാൻ. എന്റെ കുടുംബത്തിന്റെ നേതാവാണ് ഞാൻ. പറ, എന്റെ കുലത്തിൽ ഞാനാണ് നേതാവ്. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിലേ ഇത് പറയാവൂ കേട്ടോ. സ്തോത്രം. സ്ഥാനം കൊണ്ട് ജോസഫ് ഏറ്റവും ഇളയവനാണ്, പക്ഷെ അവന്റെ മേൽ വീണിരിക്കുന്ന വിളി കൊണ്ട് അവനാണ് അവർക്ക് നേതാവ്. സ്തോത്രം. ഇന്ന് ഈ ദൂത് ഞാൻ ഇവിടെ ഡിക്ലെയർ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പറയുന്നു, പിന്നിൽ കിടക്കുന്ന ആരെയോ ഒറ്റ തട്ടിന്, ആമേൻ, ആമേൻ, പിന്നിൽ കിടക്കുന്ന ആരെയോ നീ ചിന്തിക്കാത്തൊരു പ്രമോഷൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ തരുന്നു. സ്തോത്രം. പണ്ട് ഞാന് വീടോ സ്ഥലമോ ഒന്നും പറയത്തില്ല. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടൊരു വീട്ടില് ഞാൻ വീടും സ്ഥലവും ഒന്നും പറയുന്നില്ല, എന്റെ രക്തബന്ധമാണ്. ഏറ്റവും വേണ്ടപ്പെട്ടൊരു വീട്ടിൽ എന്നും കയറി ചെല്ലുന്ന പോലെ, അന്ന് നിക്കറക്കിയിട്ട് നടക്കുന്ന പ്രായമാ, എന്നും കയറി ചെല്ലുന്ന പോലെ പാട്ടൊക്കെ പാടി ഓടി അങ്ങ് ചെന്ന് കയറി. ഞാൻ ചെല്ലുമ്പോ ഇവര് ചായ കുടിച്ചോണ്ടിരിക്കുക. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ചായയുടെ കൂടെ എന്തോ കടിയുണ്ടെന്ന് തോന്നുന്നു. ഞാൻ അത് ശ്രദ്ധിച്ചില്ല. ഞാൻ കയറി ചെല്ലുന്ന കണ്ടോണ്ട് ഈ കഥ അങ്ങ് അടച്ചു. ഞാനിത് എന്ന് എൻ്റെ അപ്പനോട് പറഞ്ഞു. എൻ്റെ അപ്പന് ഭയങ്കര ഭാരമായി. അന്ന് എൻ്റെ വീട് നിറച്ച സാധനമായിരുന്നു. നിങ്ങൾക്ക് കേൾക്കണോ? ഇന്ന് ആ വീട്ടിൽ എന്നെ കെഞ്ചി വിളിച്ചാലും എനിക്ക് പോകാൻ സമയമില്ല. ആമേൻ. ഒരു ആമേൻ പറ. ഇന്ന് എന്നെ കെഞ്ചി വിളിച്ചാലും പോകാൻ എനിക്ക് നേരമില്ല. ഞാൻ നിങ്ങൾക്കൊരു ദൂത് തരാൻ പോവാ. നിന്റെ ഒരു സെക്കൻഡിന് മുഴുവിപ്പിക്കട്ടെ. നിന്റെ ഒരു സെക്കൻഡിന് ഒരു വില ഇടേണ്ടി വരും. ഈ ദൂത് കേട്ട് തിരിച്ച് നിങ്ങളുടെ ഭവനത്തിൽ ചെന്ന ഡോറ് തുറക്കുന്നതിന് മുന്നേ ദൈവം നിനക്ക് വേണ്ടി ഒരു പാഴ്സൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
ഏറ്റെടുത്തോ, ഏറ്റെടുത്തോ. കർത്താവ് നിനക്കൊരു പാഴ്സൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കരമടിച്ച കർത്താവിനെ സ്തുതിച്ച്. അപ്പൊ ഒരു കാലത്ത് നമ്മള് നിന്ദിക്കപ്പെടുകയോ അപമാനിക്കപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർത്തോളുക, അതിൻ്റെയൊക്കെ പിന്നാലെ നമ്മളെ നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്ത രീതിയിൽ എടുത്തങ്ങ് മാനിച്ചു കളയും. സ്തോത്രം. ഞാൻ ഏറ്റവും കൂടുതൽ കാണണം, ഒന്ന് മിണ്ടണം എന്നാഗ്രഹിച്ചൊരു ദൈവമനുഷ്യനാണ് സിംഗപ്പൂരുള്ള, നിങ്ങൾക്ക് പലർക്കും അറിയാം. നിങ്ങൾക്ക് യൂബർട്ട് ഏഞ്ചലിനെ പറഞ്ഞാൽ അറിയാം. യൂബർട്ട് ഏഞ്ചലിനെ അറിയാവുന്നൊരു കൈ പൊക്കിക്കാൻ. ഓക്കെ. റെയ്നാർഡ് ബോങ്കെ, ഷിപ്പേർഡ് ബുഷറി, ബില്ലി ഗ്രഹാം, ബെന്നി ഹിൻ, ജോസഫ് പ്രിൻസ്, 3-4 കയ്യേ ഉള്ളൂ. അദ്ദേഹത്തെ കാണാനും കൂടെ ഇരിക്കാനും അവസരം കിട്ടിയിരിക്കുക. സ്തോത്രം. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോ ഞാൻ ചിന്തിച്ചു, കർത്താവേ, എൻ്റെ അയൽപക്കത്ത് എൻ്റെ കുടുംബത്തിന്റെ ഒരു വാതിൽ എൻ്റെ മുമ്പിൽ അടഞ്ഞപ്പം ഞാൻ അടങ്ങിയിരുന്നിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് ഈ വാതിലിനകത്തൂടെ കയറാൻ പറ്റില്ല. സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇനി നിങ്ങളുടെ സീസൺ തുടങ്ങുകയാണ്. ഇത് ചുമ്മാ വന്ന് പറഞ്ഞിട്ട് പോവല്ല. ഒരു വാതിലും അടയാതെ വണ്ണം കവാടങ്ങൾ തുറക്കാൻ പോവുകയാണ്. കവാടങ്ങൾ തുറക്കാൻ പോവുകയാണ്. മനുഷ്യനും പിശാചും കൊട്ടി അടച്ച വാതിലുകൾ നിന്റെ സമയം തുടങ്ങിയാൽ ആഹാ, തുറക്കപ്പെടട്ടെ, തുറക്കപ്പെടട്ടെ, തുറക്കപ്പെടട്ടെ. പ്രവാചകന്മാരെ, നിങ്ങളുടെ മുമ്പിൽ പ്രൊഫറ്റിക് ഡോറുകൾ തുറക്കുന്നു. അപ്പോസ്തലന്മാരെ, നിങ്ങളുടെ മുമ്പിൽ അപ്പോസ്തോലിക് ഡോറുകൾ തുറക്കുന്നു. വിശ്വാസമുണ്ടോ? ഏറ്റെടുക്ക. തുറക്കട്ടെ, തുറക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ ശുശ്രൂഷിക്കാൻ പോയ പല സ്ഥലങ്ങളിൽ നിന്നും മുറിവേറ്റ് വീട്ടിൽ വന്ന ആളാണ്. മുറിവേറ്റ് വീട്ടിൽ വന്ന ആളാണ്. എനിക്ക് തന്ന സ്തോത്ര കാഴ്ചയുടെ കവറിനകത്ത് പേപ്പർ മടക്കി തന്നവരുണ്ട്. ആമേൻ. പിന്നീടാണ് ഉദ്ദേശം മനസ്സിലായത്, ഇങ്ങനെ അപമാനിക്കപ്പെട്ടെങ്കിലും ഞാൻ മനസ്സുകൊണ്ട് ഇതിൽ നിന്ന് അകന്നു പൊക്കോട്ടെന്ന് കരുതി ചെയ്തതാണ്. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് എൻ്റെ ഒരു വിശ്വാസിയുടെ വീട്ടിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോയാൽ എനിക്ക് 10 മീറ്റിങ്ങിന് പോകുന്ന പൈസ അവർ തരും. പക്ഷെ ഞാൻ പോകാറില്ല. ഹലോ, ആമേൻ. ഞാൻ നിങ്ങൾക്കൊരു ദൂത് തരാം. നിങ്ങൾക്ക് വേണേ എടുത്താൽ മതി, വേണ്ടെങ്കിൽ അവിടെ ഇടുക. അവസാനം തൂത്തു വരുന്നവർ കൊണ്ടുപോക്കോളും. സ്തോത്രം. ഹല്ലേലൂയ. ഏതെങ്കിലുമൊക്കെ മാനദണ്ഡത്തിന്റെ പേരിൽ അവഗണിക്കപ്പെടുകയോ മാറ്റി നിർത്തപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി നിന്റെ സമയമാണ്. സ്തോത്രം. ഇനി നിന്റെ സമയമാണ്. കാട്ടിൽ കിടക്കുന്നവൻ വീട്ടിൽ വരാതെ അഭിഷേക തൈലം ചലിക്കത്തില്ല. ഏറ്റെടുക്ക, ഏറ്റെടുക്ക. നിന്റെ കുടുംബത്തിൽ നിന്ന് നേതാവായി മുന്നിൽ വരാൻ ദൈവം വിളിച്ച അഭിഷേകത്തിന്റെ തിരഞ്ഞെടുപ്പ്, ആ തിരഞ്ഞെടുപ്പിന്റെ മണിക്കൂറുകളിലാണ് നിൽക്കുന്നത്. തിരഞ്ഞെടുപ്പിന്റെ മണിക്കൂറുകളിൽ. ആമേൻ. മനസ്സിലായോ? തിരഞ്ഞെടുപ്പിന്റെ മണിക്കൂറുകളിലാണ് നിൽക്കുന്നത്. എനിക്ക് ഈ മീറ്റിംഗ് എനിക്കൊരു ബൂസ്റ്റപ്പ് ആയിരിക്കും കേട്ടോ.
ഞാൻ ഒത്തിരി താങ്ക്സ് പറയുന്നു. കാരണം എന്തോ എനിക്ക് ഇന്ന് വരെ ഞാൻ കാണാത്തൊരു മാൻഡിൽ ഇവിടെ കാണുകയാണ്. ഞാൻ കാണുന്നത് 100 പേരെ അല്ല, 200 പേരെ അല്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത ഒരു കൈമാറ്റം എനിക്ക് കാണാൻ കഴിയുന്നു. ഈ ഹോളിനകത്ത് ബില്ലി ഗ്രഹാം മാറിയിരിക്കുന്നു, റൈനാർഡ് ബാങ്കെ മാറിയിരിക്കുന്നു, യോങ്കി ചോ മാറിയിരിക്കുന്നു. Receive the anointing, receive the anointing, receive the anointing. Take it. പ്രാപിക്കാം. ആഹാ, ഹല്ലേലൂയ. ഒരാമേൻ പറ. മനുഷ്യൻ തള്ളിയതിനെ ദൈവം പോളിഷ് ചെയ്യും. മനസ്സിലായോ? മനുഷ്യൻ തള്ളിയതിനെ ദൈവം, ഉറക്കെ പറ. എല്ലാരും മസിലുള്ളവരും സൗന്ദര്യമുള്ളവരും കഴിവുള്ളവരും ഒക്കെ ആയിരുന്നു. പക്ഷെ ഈ ഇളയ ചെറുക്കന്റെ കയ്യിൽ എന്തിനാ ആടിനെ മേയ്ക്കാൻ കയറെടുത്ത് കൊടുത്തേ? അതിന്റെ കാരണം അവൻ ആ വീട്ടിൽ അനുഭവിച്ച അവഗണനയാണ്. അപ്പനെ ധർമ്മസങ്കടത്തിലാക്കാതിരിക്കാൻ ഇളയ മകൻ സ്വയം ഒരു തീരുമാനം എടുത്തു. അപ്പൻ വിഷമിക്കണ്ട, ഞാൻ ആ കയറെടുത്തോളാം. കാരണം ബാക്കി സഹോദരന്മാരെല്ലാം അപ്പന്റെ നേരെയുള്ള ഭാര്യമാരിൽ നിന്നുണ്ടായപ്പം ഞാൻ ഉണ്ടായതൊരു കൂശ സ്ത്രീയിൽ നിന്നാണ്. എനിക്ക് കിട്ടാവുന്ന പരിഗണനയൊക്കെ ഇത്ര കിട്ടൂ. ആമേൻ. ജാതിയുടെ പേരിൽ, കുലത്തിന്റെ പേരിൽ വീടിനകത്തൊറ്റപ്പെട്ട് കാട്ടിലേക്ക് ആടിനെ മേയ്ക്കപ്പെടുവാൻ പോയവനെ തമ്പുരാൻ സകലത്തിന്റെയും രാജാവാക്കി. ആർക്കെങ്കിലും മനസ്സിലായോ? ദൂത് മനസ്സിലായോ? ഈ ആരാധന കഴിഞ്ഞ് നീ ഹോളിൽ ഇറങ്ങുന്നതിന് മുന്നേ നിന്നെ സീലടിച്ചു വിടുന്ന ഏഞ്ചൽസ് ഇതിന്റെ വാതിക്കൽ നിൽപ്പുണ്ട്. യേശുവിന്റെ നാമത്തിൽ പ്രാപിക്കാം. ഈ മക്കളെ എല്ലാരും പിടിച്ചു മുന്നിൽ നിർത്തി ഇതിലാരാ രാജാവാകാൻ പോകുന്നതെന്ന്, അല്ലെങ്കിൽ ഇത് ആർക്കാ രാജാവാകാനുള്ള വിളി കിടക്കുന്നതെന്ന് ആമേൻ സ്തോത്രം ദാവീദ് മനസ്സിൽ പലതവണ ചിന്തിച്ചു. പക്ഷേ ദൈവം ഒരു പേര് കൊടുത്തപ്പോ ദാവീദ് മിണ്ടിയില്ല. പാസ്റ്ററെ. എന്താ കാര്യം എന്നറിയാമോ? ദാവീദിന്റെ സാക്ഷ്യം അറിയാം. മനസ്സിലായോ? ദാവീദിന് അവന്റെ സാക്ഷ്യം അറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വഞ്ചനക്കകത്തു നിന്ന് ജനിച്ച തലമുറയെ ദൈവം ഇതുവരെ കാണാത്ത നിലയിൽ ജ്ഞാനം കൊണ്ട്, അഭിഷേകം കൊണ്ട് ഓ ജീസസ്, ആമേൻ. പടയുടെ മുമ്പിൽ നിൽക്കേണ്ടവനെ ചതി നിമിത്തം കൊലപ്പെടുത്തി അവന്റെ ഭാര്യയുടെ സൗന്ദര്യത്തിൽ വീണ് അവളെ സ്വന്തമാക്കണമെന്ന് മോഹിച്ച് സ്വന്തമാക്കി അതിൽ ജനിച്ച ഒരു മകനെ തമ്പുരാൻ രാജാവാക്കണമെന്ന് ആലോചന ഇടപെട്ടപ്പോൾ ദാവീദ് മിണ്ടിയില്ല. ദാവീദ് മിണ്ടിയില്ല. നിന്റെ ഇഷ്ടം നടക്കട്ടെ. കാരണം അയാൾക്ക് സാക്ഷ്യം അറിയാം, അയാൾക്ക് സാക്ഷ്യം അറിയാം. ആരോടോ പരിശുദ്ധാത്മാവ് പറയുന്നു, അഭിഷേകം ഉണ്ടായിട്ടും ശുശ്രൂഷ ഉണ്ടായിട്ടും ഏതൊക്കെയോ കാരണം കൊണ്ട് ഒതുക്കപ്പെട്ട നിന്നെ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കും. നിങ്ങൾക്ക് ആ പറഞ്ഞ മർമ്മം മനസ്സിലായോ? നിങ്ങൾക്ക് ആ പറഞ്ഞ മർമ്മം മനസ്സിലായോ? ആമേൻ. എല്ലാരും കഴിക്കാനിരിക്കുമ്പം നീ അവസാനം വന്ന് കഴിച്ചോണം. എല്ലാ ചർച്ചകളും നടക്കുമ്പം
നീ മാറി ആ കർട്ടന്റെ പുറകെ നിന്നോണം. കാരണം നിന്റെ ബാക്ക്ഗ്രൗണ്ടാണ്. ആമേൻ. എന്നോട് കെറിവ് തോന്നിയിട്ട് കാര്യമില്ല. വചനം തൊട്ടാ ഞാൻ പച്ചയ്ക്ക് പറയും. അതെത്ര മുഴുത്തവനാണേലും പറയും. സ്തോത്രം. സൗകര്യം ഉണ്ടെ കേട്ടാ മതി. ആമേൻ. പറഞ്ഞ മനസ്സിലായോ? അഭിഷേകം അകത്തുണ്ടായിട്ടും വിളി അകത്തുണ്ടായിട്ടും ദൈവം തന്ന കാഴ്ചപ്പാടകത്തുണ്ടായിട്ടും എന്തുകൊണ്ട് നിനക്ക് വേദിയില്ല? എന്തുകൊണ്ട് നിനക്ക് യുദ്ധക്കളത്തിൽ ഇറങ്ങാൻ നിന്റെ സാക്ഷ്യം പലതവണ പറയേണ്ടി വന്നു? കാരണം നിന്റെ തോളിൽ ഒരു സ്റ്റാർ ഇല്ലാത്തതാ. സ്റ്റാറിന്റെ മേളിൽ ഒരു സാധനം ഉണ്ട്, അത് നിന്റെ തലേ വരും. പിടികിട്ടിയെങ്കിൽ എടുത്തോ, പിടികിട്ടിയെങ്കിൽ എടുത്തോ. പാസ്റ്റർ, എനിക്കറിയത്തില്ല, ഒരു കിരീടം ഇതിനകത്ത് കടന്ന് കറങ്ങുന്നു ആരുടെയൊക്കെ തലയിൽ. ദാവീദിന് തന്റെ സാക്ഷ്യം അറിയാം. താൻ ഏത് പശ്ചാത്തലത്തിൽ നിന്നാണ് ഇന്ന് കാണുന്ന ഈ സ്ഥാനത്തെത്തിയതെന്ന്. അയാള് അതേ സാക്ഷ്യം ആവർത്തിച്ച് കാണുക. ഈ സഭ ഒരു ഇന്റർനാഷണൽ ചർച്ച ആകും കേട്ടോ. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. ഏത് അവശ നിലയിലും വരുന്നവനെ ചേർത്ത് പിടിച്ചോണം. തള്ളിക്കളയല്ലേ. ആ അഭിഷേകത്തെ തൊടാമെങ്കിൽ നിങ്ങൾ കുതിക്കാൻ സമയമായി. എനിക്കിവിടെ നിന്ന് ശുശ്രൂഷിച്ചിട്ട് ഞാൻ വേറെ ആരുടെ ചർച്ചിൽ നിൽക്കുന്ന പോലെ തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ അത്രയും സ്വാതന്ത്ര്യത്തോടെ പറയാണ്, ഈ ഫ്ലൈറ്റ് റൺവേയിലോടി ടേക്ക് ഓഫ് ചെയ്താൽ ഇങ്ങനെ പൊങ്ങുകയല്ല. ആദ്യം ഒരു മണ്ഡലത്തിൽ കയറി പറക്കും, പിന്നെ ചെരിയും, വീണ്ടും അടുത്ത തട്ടിക്കേറും, വീണ്ടും ചെരിയും, അടുത്ത തട്ടിക്കേറും. എന്നിട്ടാണ് ഇതിന് പറക്കേണ്ട ഉപരിതലത്തിൽ ഇതെത്തുന്നത്. ആ കയ്യടി നിർത്തിക്കേ, ആ കയ്യടി നിർത്തിക്കേ. മനസ്സിലായോ? ഇത് ആ ഉപരിതലത്തിൽ ചെന്നിട്ടാണ് പിന്നെ പറക്കുന്നത്. പക്ഷെ അങ്ങ് ചന്ദ്രനിലോട്ട് വിട്ട സാധനം അങ്ങനെയാണോ പോയത്? നിങ്ങക്ക് മനസ്സിലായോ? ഇവിടുന്ന് അമേരിക്ക വരെ പോകാൻ ഇങ്ങനെയാ പറക്കുന്നത്. അതിന്റെ മേളിൽ പോണ ഇങ്ങനെ പോണം. പണ്ടൊരാൾ എന്നോട് ചോദിച്ചു, പാസ്റ്ററെ, ഞാൻ എൻ്റെ ബൈബിളെ തൊട്ടിട്ടില്ല കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഞാൻ എവിടെയൊക്കെ ബൈബിള് തുറക്കാതെ പ്രസംഗിച്ചിട്ടുണ്ടോ അവിടെ എല്ലാ ആൾക്കാരും പ്രാപിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. എൻ്റെ വൃത്തിയില്ലാത്ത പ്രസംഗം കേൾക്കാനല്ല നിങ്ങൾ വന്നേ. നിങ്ങൾ വന്നത് പ്രാപിച്ചുകൊണ്ട് പോകാനാണ്. സ്തോത്രം. ഒരാൾ എന്നോട് ചോദിച്ചു, പാസ്റ്ററെ, ഈ അഭിഷേകത്തിന്റെ അളവ് കൂടാൻ എന്തെങ്കിലും ടിപ്പുണ്ടോന്ന് ചോദിച്ചു. എനിക്ക് ഭയങ്കര തമാശ തോന്നി. ഞാൻ അയാൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞു കൊടുത്തു. എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, ഞാൻ പലതവണ പറഞ്ഞ കാര്യമാണ്. ആദ്യമായിട്ട് കേൾക്കുന്ന ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ. തിരുവനന്തപുരത്തുനിന്ന് ഇപ്പൊ ഈ സ്ഥലത്തുനിന്ന് കോവളം വരെ പോകാൻ ഒരു 500 രൂപയുടെ ഡീസൽ ഉണ്ടേ ധാരാളം, പോയി വരാം. ശരിയല്ലേ? ഒരു 10 കിലോമീറ്റർ താഴെ ഉള്ളെന്ന് തോന്നുന്നു എനിക്ക്. അല്ല, എത്രയല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് കോട്ടയം വരെ വരണമെങ്കിൽ അത് നടക്കുകയില്ല. കോട്ടയം വരെ വരണമെങ്കിൽ 500 രൂപയുടെ ഡീസൽ പോരാ മക്കളെ.
കുറഞ്ഞത് ഒരു 1/2 ടാങ്കെങ്കിലും അതിനകത്ത് വേണം. അളവ് കൂടുന്നത് എപ്പോഴാണെന്നറിയാവോ? ദൂരം കൂടുമ്പോഴാണ്. എപ്പോഴാ? ദൂരം കൂടുമ്പം. കാർ മേടിച്ച് വീട്ടിൽ ഷെഡിനകത്തിട്ടേക്കുന്നവന് ഈ അളവ് വിഷയമല്ല. ഇത് ഡെയിലി ഇറങ്ങി ഓടുന്നവന് വിഷയമാണ്. കിട്ടിയതിനെ ഉപയോഗിക്കും തോറും നിങ്ങളുടെ അകത്തെ അളവ് കൂടിക്കൊണ്ടിരിക്കും. ആമേൻ, ആമേൻ. ചിലര് 10 വർഷമായിട്ടും ദൂത് കേട്ടോണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? അവർക്ക് ആഗ്രഹിച്ച നിലയിൽ എത്താൻ പറ്റുന്നില്ല. ദൂത് കേട്ടിട്ട് ഈ വണ്ടി ഷെഡിൽ കൊണ്ടിട്ടേക്കാണ്. ചുമ്മാ ഇറങ്ങിയ ഒരു രോഗിയെ തൊട്ടു നോക്ക, സൗഖ്യം ആയാലും ഇല്ലേലും ചുമ്മാ പോയെന്ന് തൊട്. വായി വരുന്ന ദൂതങ്ങ് പറ. അത് നടക്കുവോ ഇല്ലയോ എന്ന് പേടിക്കാതെ പറ. സ്തോത്രം. അഭിഷേകത്തിന്റെ അളവ് കൂടുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ കാര്യങ്ങൾ ഒരുപാട് ഉണ്ടാകുമ്പോഴാണ്. ഇന്ന് ഈ സ്റ്റേജ് ഇറങ്ങിയാൽ പോകുന്ന അടുത്ത സ്റ്റേജ് കയറാനായിരിക്കണം. അവിടുന്ന് ഇറങ്ങിയാൽ അടുത്തത് കയറാനായിരിക്കണം. ഇങ്ങനെ കേറി ഇറങ്ങി ഞാൻ നിങ്ങളോട് എന്റെ സാക്ഷ്യം പറയട്ടെ. പാസ്റ്ററെ, എന്റെ പാസ്പോർട്ട് വർഷങ്ങളോളം അനങ്ങാതെ ഒരു അലമാരയുടെ ഡ്രോയിൽ ഇരുന്നിട്ടുണ്ട്. സത്യം, എന്റെ അനുഭവം പറയുന്നത്, എന്റെ സാക്ഷ്യമാണ്. ആ സ്ഥാനത്ത് എനിക്ക് ഇന്ന് ഓരോ രാജ്യങ്ങളിൽ നിന്ന് വിളിച്ച് ഡേറ്റ് ചോദിക്കുമ്പം 6 മാസം 8 മാസം കഴിഞ്ഞുള്ള ഡേറ്റാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചിലര് പറയും ഇവന് ഭയങ്കര അഹങ്കാരമാണ്. ഞാൻ അവർക്ക് എൻ്റെ മീറ്റിങ്ങിന്റെ എല്ലാം ഡേറ്റ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുക്കും. അഹങ്കാരം കൊണ്ടല്ല, ഡേറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. എന്താ ഈ പറഞ്ഞതെന്നറിയാമോ? ഒന്നും ചെയ്യാനില്ലാതൊരു മുറിക്കകത്ത് ഒതുങ്ങിയിരുന്നപ്പോൾ എന്നോട് ദൈവം ഇടപെട്ടു. അഭിഷേകത്തിന്റെ അളവ് വർദ്ധിക്കുന്നത് ഇത് ഷെഡിനകത്തുനിന്ന് ഇറങ്ങുമ്പോഴാണ്. കൂടെയുള്ള ആളെ തൊട്ടച്ചേറ ഇനി ചുമ്മാ ഇരിക്കുന്നോടെ തന്നെ വിളിച്ചേക്കരുന്ന് പറ. സ്തോത്രം. നമ്മുടെ ദൂരം കൂടുന്നതനുസരിച്ച് അളവ് കൂടും. അളവ് കൂടണം. അപ്പൊ ദാവീദിനറിയാം ഇയാളുടെ സാക്ഷ്യം. താൻ ഒരുപാട് അവഗണനയിൽ നിന്ന് രാജസ്ഥാനത്തെത്തിയ ആളാണ്. അതുകൊണ്ട് തന്നെ മക്കളെ പലരെയും രാജാക്കന്മാരുടെ സ്ഥാനത്തേക്ക് ഇരുത്താൻ ദാവീദിന് ആഗ്രഹം ഉണ്ടെങ്കിലും വിളി അതിന് സമ്മതിച്ചില്ല. ഹല്ലേലൂയ, ആമേൻ. ഒരു മലയാള ഭാഷ ഞാൻ ഉപയോഗിക്കുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഭാര്യ അല്ലാത്തൊരു സ്ത്രീയിൽ നിന്ന്, അവിഹിത ബന്ധത്തിൽ നിന്ന് ദാവീദിന് ജനിച്ച ഒരു തലമുറയെ ദൈവം രാജാവാക്കി. ആ രാജാവിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഇസ്രായേൽ എന്ന മഹാരാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഇത്രയധികം സ്വാധീനിച്ച ഒരു രാജാവില്ല. ആമേൻ. ഇസ്രായേലിനെ ഭരിച്ച രാജാക്കന്മാരിൽ ഏറ്റവും ജ്ഞാനിയായ ഒരു രാജാവ്, ഇയാൾക്ക് സമന്മാർ വേറെ ആരുമില്ല. എല്ലാ സൗഭാഗ്യങ്ങളും ഇസ്രായേലിന് വന്നു ചേർന്നത് ഈ രാജാവ് നിമിത്തമാണ്. സാമ്പത്തികമായി, സമ്പദ് വ്യവസ്ഥയിൽ മാത്രമല്ല, മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിലാണെങ്കിൽ പോലും ഈ ആൾ നിമിത്തമാണ് ഇത് സംഭവിച്ചത്. ഇനി മറ്റൊരു കാര്യം, ദൈവത്തിന്റെ ആലയമായ യെരൂശലേം ദേവാലയത്തിന്റെ ആണിക്കല്ലിടാൻ ദൈവം നിയോഗിച്ചതും ഇവനെയാണ്. എന്തിനാ ഈ പറഞ്ഞു വന്നതെന്ന് ചോദിച്ചാൽ, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ അവഗണിക്കപ്പെട്ടാൽ ഓർത്തോ,
നീയും നിന്റെ പിള്ളേരുമാണ് ആണിക്കല്ലിടാൻ പോകുന്നത്. അല്പസമയത്തേക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത തരത്തിലുള്ള തിരമാലയ്ക്കകത്തൂടെ പോകുന്നെങ്കിലും ഇതെല്ലാം കഴിയുമ്പോൾ വെളിപ്പെടുന്ന ഒരു ശാന്തതയുണ്ട്. അത് ദൈവം നിനക്ക് തരുന്ന റിസൾട്ടാണ്. ഒരിക്കൽ യാക്കോബ് തൻ വാർദ്ധക്യത്തിൽ ഇരിക്കുമ്പോൾ മിസ്രൈമിൽ വെച്ച് തന്റെ ഏറ്റവും ഇളയ മകനായ യോസഫിനെ അടുക്കൽ വിളിച്ചു. ജോസഫിനോട് ചോദിച്ചു, നിന്റെ മക്കൾ എവിടെ? ജോസഫ് മിസ്രൈമിൽ നിന്ന് താൻ കണ്ടെടുത്ത ഒരു സ്ത്രീയിൽ നിന്ന് ജനിപ്പിച്ച തന്റെ 2 മക്കളെ മുമ്പിൽ കൊണ്ട് നിർത്തി. പറവാസ്ട്ര യഹൂദ സ്ത്രീ ആയിരുന്നോ? നിങ്ങൾ ഈ കണക്ഷൻ നോക്കിക്കോണേ. മിസ്രൈമിൽ വെച്ച് തനിക്ക് കിട്ടിയ ഭാര്യയിൽ തനിക്ക് 2 ആൺമക്കൾ ഉണ്ടായി. ഒരുവന്റെ പേര് എഫ്രൈം, മറ്റവന്റെ പേര് മനശ്ശെ. ആമേൻ. സൗഖ്യമാകാൻ വന്നവരോട്, വിടുതലിന് വേണ്ടി വന്നവരോട് നിങ്ങൾ നിരാശപ്പെടാതെ ഇവിടുന്ന് പോകത്തുള്ളൂ, പേടിക്കണ്ട. എന്നാ ഇന്ന് ഇതിനകത്തുനിന്ന് ഒരു പകർച്ച കൊതിച്ചു വന്നവരോട് ഞാൻ ഇത് പറഞ്ഞിട്ടേ പ്രാർത്ഥിക്കുള്ളൂ. ഇടയ്ക്ക് എഴുന്നേറ്റ് പോകാൻ തോന്നിയ പൊക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് പറഞ്ഞിട്ടേ പ്രാർത്ഥിക്കുള്ളൂ. ഈ ദൂത് പറഞ്ഞില്ല എനിക്ക് ഉറക്കം വരികയില്ല. സ്തോത്രം. എന്താ കാര്യം? യാക്കോബ് യോസഫിനെ വിളിച്ചിട്ട് ചോദിച്ചു, നിന്റെ മക്കൾ എവിടെ? അപ്പോഴും നിങ്ങൾ ഓർത്തോണം, യാക്കോബിന്റെ ബാക്കി 11 മക്കളും അന്ന് മിസ്രൈമിലുണ്ട്. ഇവരെ ആരെയും പോയി കാണാതെ രഹസ്യമായ ഒരു രാത്രിയിൽ ഗ്രാൻഡ് ഫാദർ ജേക്കബ് മകൻ യോസഫിന്റെ വീട്ടിൽ അയാളുടെ ബെഡ്റൂമിൽ ചെന്നിരിക്കുകയാണ്. നിന്റെ മക്കൾ എവിടെ? മിസ്രൈമിൽ നിന്ന് യോസഫിന് കിട്ടിയ തന്റെ ഭാര്യയിൽ നിന്ന് താൻ ജനിപ്പിച്ച 2 ആൺമക്കളെയും മുമ്പിൽ നിർത്തി യോസഫ് പറഞ്ഞപ്പാ, ഇതാണ് എന്റെ മക്കൾ. ഒരുവൻ എഫ്രൈം, ഒരുവൻ മനശ്ശെ. 2 ആൺമക്കളെ മുമ്പിൽ നിർത്തി. യാക്കോബിന് ഇവരെ കണ്ടപ്പോ സന്തോഷമായി, കണ്ണു നിറഞ്ഞു, ഹൃദയം നിറഞ്ഞു. മൂത്തവനെയും ഇളയവനെയും നോക്കി യാക്കോബ് ബ്ലെസ്സിങ്സ് പറയാൻ തുടങ്ങി. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. സാധാരണ ഇസ്രായേലിൽ പിതാക്കന്മാർ ആരുടെയെങ്കിലും തലയിൽ കൈവെക്കണമെങ്കിൽ ഒന്നെങ്കിൽ അത് ആ വീട്ടിലെ മൂത്ത പേരക്കുട്ടിയായിരിക്കണം, അല്ലെങ്കിൽ ആ വീട്ടിലെ മൂത്ത മകനായിരിക്കണം. തന്റെ വലതുകരം മൂത്ത മകന്റെ മേലും ഇടതുകരം ഇളയ മകന്റെ മേലുമാണ് വെക്കേണ്ടത്. പക്ഷേ യാക്കോബ് അത് തിരിച്ചു ചെയ്തു. ഇളയ മകന്റെ മേൽ വലതു കൈയും മൂത്ത മകന്റെ മേൽ ഇടത് കൈയും വെച്ച് കൈ പിണച്ചു വെച്ച് അനുഗ്രഹിച്ചു. ആമേൻ. ജോസഫ് തന്റെ അപ്പനോട് പറഞ്ഞു, അപ്പാ, അപ്പന് പ്രായമായതുകൊണ്ട് കാഴ്ചക്ക് എന്തോ പ്രശ്നമാണ്. അപ്പൊ ആ ഇളയ മകന്റെ തലയിൽ അപ്പൻ വലത് കൈ വെച്ചേക്കുന്നേ. ആ കൈ എടുത്ത് മൂത്തവന്റെ തലയിൽ വെക്കപ്പ. ഉടനെ യാക്കോബിന്റെ മറുപടി, നിനക്കില്ലാത്തൊരു സാക്ഷി എനിക്കുണ്ട്. ആർക്കെങ്കിലും മനസ്സിലായോ? നിനക്കില്ലാത്തൊരു സാക്ഷി എനിക്കുണ്ട്. എന്താണ് ആ സാക്ഷ്യം എന്നറിയാമോ? ജ്യേഷ്ഠാവകാശം മോഷ്ടിച്ചെന്ന എല്ലാരും പറഞ്ഞത്. പക്ഷേ യാബോക്കിന്റെ തീരത്ത് 20 വർഷത്തിന് ശേഷം മടങ്ങി വന്ന എനിക്ക് അന്നൊരു കാര്യം മനസ്സിലായി, ഞാൻ മോഷ്ടിച്ചതല്ല, അതെനിക്ക് തന്നതാണ്. പലരുടെയും തലയിൽ വരാത്തത്. പൗലോസ് ഇതേ വാക്ക് പറയുന്നു, ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷക്കാരാകുവാൻ
പ്രാപ്തരാക്കിയിരിക്കുന്നു. പൗലോസ് പറയാ, ഇത് ഞങ്ങൾക്ക് അബദ്ധം പറ്റി കിട്ടിയതല്ല, വഴിതെറ്റി വന്നതല്ല, വലിഞ്ഞു കയറി വന്നതല്ല, വിളിച്ചു വേർതിരിച്ചതാണ്. ആമേൻ. എനിക്കറിയില്ല, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം കെട്ടുപോയ കനലുകൾ സ്തോത്രം കൈ പിണച്ചു വെച്ച് അനുഗ്രഹിച്ചു. മൂത്തവന്റെ മേൽ, മക്കളെ നിങ്ങൾ രണ്ടും വന്നേ, വാ. ഇതിൽ ഒറ്റ കാഴ്ചയിൽ നിങ്ങൾക്ക് മനസ്സിലാവും മൂത്ത ആളാരാണ്, ഇളയ ആളാരാണ്. ആമേൻ. സാധാരണ യാക്കോബ് അനുഗ്രഹിക്കേണ്ടത് ഇങ്ങനെയാണ്. ആണോ? ഇങ്ങനെയാണ്. പക്ഷെ ഇദ്ദേഹം കൈവച്ചത് ഇങ്ങനെയാണ്. ഈ പൊസിഷൻ കണ്ടോ? ഇങ്ങനെയാ കൈവച്ച. ഇത് കണ്ടപ്പം യോസഫ് വന്നിട്ട് പറഞ്ഞു, അപ്പന് പ്രായമൊക്കെ ആയതുകൊണ്ട് കണ്ണു പിടിക്കാത്ത, അപ്പ ഇതാ മൂത്തവൻ. അപ്പം കൈ വെച്ചേക്കുന്ന തെറ്റ, ഈ കൈയെടുത്ത് ഇവിടെ വെക്കപ്പ. യാക്കോബിന്റെ മറുപടി, നീ എന്നെ കുറിച്ച് എന്താ മനസ്സിലാക്കി? എടാ, ഇന്ന് ഭൂമിയിൽ ഇങ്ങനെ കൈവെക്കാൻ എനിക്ക് പറ്റൂ. കാരണം യേശാവിനെ മാറ്റി നിർത്തിയിട്ട്, ആമേൻ ആമേൻ, ഉബായി എന്ന് ലോകം പറഞ്ഞ് എന്നെ ദൂതന്മാരോട് മിണ്ടുന്ന നിലയിൽ കൊണ്ട് കയറ്റി നിർത്തിയതാണ് ഈ തിരഞ്ഞെടുപ്പ്. ഈ തിരഞ്ഞെടുപ്പ് തീർന്നു 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 തീർന്നു, അവസാനിച്ചു 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 എന്നാരോ നോക്കി പറഞ്ഞ നിന്റെ കുടുംബത്തോട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. ആ കുടുംബത്തിൽ നിന്ന് ഒരു എഫ്രൈമും ഒരു മനുഷ്യരും എഴുന്നേറ്റ് വരും. ഹല്ലേലൂയ. വയലിലെ പണി കഴിഞ്ഞ് മക്കൾക്ക് ചോക്ലേറ്റും വാങ്ങിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോകുന്ന കുറേനക്കാരൻ ഷീമോൻ ആൾക്കൂട്ടം കണ്ടപ്പോ ഇതെന്താ സംഭവം എന്നറിയാൻ ഒന്ന് എത്തി നോക്കിയതാ. പിടിക്കടാവനെ എന്ന് പറഞ്ഞു. എന്താ? ചകിരിനാര് പോലത്തെ മുടിയും കരിങ്കൽ പാറ പോലത്തെ ശരീരവും, കണ്ടാൽ ഒരു പ്രാകൃത രൂപത്തിൽ നിൽക്കുന്ന ഇവനെ നിർബന്ധിച്ച് കുരിശു ചുമക്കുന്ന കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന പദവിത നിർബന്ധിച്ചു. എല്ലാരും പറ, നിർബന്ധിച്ചു. എന്തിനു നിർബന്ധിച്ചു? യേശുവിന്റെ കയ്യിൽ നിന്ന് താഴെ വീണുപോയ കുരിശെടുക്കാൻ കുറേനക്കാരനെ നിർബന്ധിച്ചു. ദൈവമക്കളെ, നിങ്ങൾ ബൈബിളിൽ കുറേന എന്ന് കാണുന്ന സ്ഥലം, ഇത് പല തവണ ദൈവദാസന്മാർ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തതാണ്. ഈസ്റ്റ് ആഫ്രിക്കൻ വംശജരായ ഖുറേന വിഭാഗത്തിൽപ്പെട്ട ഒരു കറുത്ത വർഗക്കാരനെ കുരിശെടുക്കാൻ അവർ നിർബന്ധിച്ചു. എന്തുകൊണ്ട് നിർബന്ധിച്ചു? എന്താ, യഹൂദനതി തൊടത്തില്ലേ? റോമാക്കാരനിതി തൊടത്തില്ലേ? തൊടുകല. തൊട്ടാ പൊള്ളും, തൊട്ടാ പൊള്ളും. എന്തുകൊണ്ട് പൊള്ളും? ഇത് ശാപമാ. നീ തൊടാത്ത കുരിശ് എന്തിന് ഇവനെ എടുക്കാൻ നിർബന്ധിച്ചു? ഈ ഈസ്റ്റ് ആഫ്രിക്കൻ വംശജൻ ഈ കുരിശെടുത്തത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഭൂമിയിലെ സകല ശാപവും പേറാൻ വിധിക്കപ്പെട്ട കുലമാണ് ഇവന്റേത്. അതുകൊണ്ട് ഈ കുരിശ് ഇവനൊരു വിഷയമല്ല. അതുകൊണ്ടാ നിർബന്ധിച്ചു എന്നെഴുതിയേക്കുന്നത്. ഒന്ന് പറ, വല്ലവന്റെ പറമ്പിൽ പണി ചെയ്തിട്ട് തിരിച്ചു പോയ വഴിയാത്. സ്വന്തം പറമ്പിലെ പണി കഴിഞ്ഞ് വന്നല്ല. അവൻ ജന്മിയല്ല ദൈവദാസനെ. അവൻ ഒരിടത്തിന്റെ ഉടമസ്ഥനല്ല. അവൻ അടിമയാണ്. വയലിലെ പണി കഴിഞ്ഞ് മക്കളെ കാണാനുള്ള ആവേശത്തോടെ വീട്ടിലേക്ക് പോകുന്ന വഴി കൂടി നിൽക്കുന്ന ആൾക്കൂട്ടത്തെ കണ്ട് എന്താ കാര്യമെന്ന് അന്വേഷിക്കാൻ ചുമ്മാ തലയെത്തി നോക്കിയതാ. പിടിച്ച് കയ്യും കാലും കെട്ടി കുരിശിന്റെ അടുത്ത് കൊണ്ടുപോയി. ഒരു ദൂത് പറയട്ടെ,
അങ്ങനെ നിർബന്ധിച്ച് കുരിശെടുപ്പിച്ചവന്റെ കുലത്തെ ദൈവം അങ്ങ് അനുഗ്രഹിച്ചു. ഇന്ന് നിന്റെ തലയിലിരിക്കുന്ന അഭിഷേകം പലരുടെയും വീട്ടിൽ കയറേണ്ടതായിരുന്നു, കേറിയില്ല. പകരം നീ അതിനകത്ത് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. ഓ നീ അതിനകത്ത് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരോടോ ദൈവാത്മാവ് പറയുന്നു, പലരും തൊടാൻ ആഗ്രഹിച്ചതിനെ ദൈവം നിന്റെ വീട്ടിൽ ഡെലിവറി ചെയ്യാൻ പോകുന്നു. ദൈവം നിന്റെ വീട്ടിൽ ഡെലിവറി ചെയ്യാൻ പോകുന്നു. വിശ്വസിക്കാൻ പറ്റുമോ? ഏറ്റെടുക്ക, ഏറ്റെടുക്ക. കഴുതയെ തേടിപ്പോയവനെ, കഴുതയെ തേടിപ്പോയവനെ ആരാക്കി? ഒരു വേലക്കാരനെ വിട്ടാ മതി, പക്ഷെ മകനെ തന്നെ വിട്ടു. എന്താ കാര്യം? ആ വീട്ടിൽ അവൻ അതേ ഉള്ളു വില. സ്തോത്രം. നീ വീട്ടിൽ ഇരുന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. പോയി കണ്ടതിനെ, കാണാതെ പോയതിനെ കണ്ടുപിടിച്ചോണ്ടെങ്കിലും വാ, പറഞ്ഞു വിട്ടു. ആമേൻ. കഴുതയെ തപ്പാൻ വിട്ട മകന്റെ വില വിട്ട അപ്പനെ അറിയാൻ മേലല്ലോ. സ്തോത്രം. അങ്ങോട്ട് പോയത് കഴുതയെ തേടിയ, പക്ഷെ തിരിച്ചു വന്നത് അവകാശത്തിന്റെ പ്രഭുവായിട്ടാ. ആമേൻ. നീ ഇന്ന് ഈ യോഗത്തിന് വന്ന് കേറിയത് നിന്നെ പലരും വിളിക്കുന്ന അഡ്രസ്സിലായിരിക്കും, പക്ഷെ തിരിച്ചിറങ്ങാൻ പോകുന്നത് ഈ മാൻഡിൽ കയ്യിൽ പിടിച്ചോണ്ടാ. ഈ മാൻഡിൽ സ്വീകരിക്കാം, സ്വീകരിക്കാം. നിന്റെ അഡ്രസ് മാറുന്ന, നിന്റെ സ്റ്റാറ്റസ് മാറുന്ന ഒരഭിഷേകം പ്രാപിക്കാം, 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 പ്രാപിക്കാം. ആമേൻ. ഹല്ലേലൂയ. ശലോമാന്മാർ ആവർത്തിക്കട്ടെ, ദാവീദുമാർ ആവർത്തിക്കട്ടെ. എല്ലാവരും ഉണ്ടോ ഇവിടെ? നിന്റെ കുടുംബത്തിലെ ദാവീദാ നീ. കൃത്യം വിവാഹം കഴിഞ്ഞ് കൃത്യം പിറ്റേ മാസം ഗർഭം ധരിക്കുകയും കൃത്യം 9 മാസം കൊണ്ട് പ്രസവിക്കുകയും ചെയ്ത ആയിരക്കണക്കിന് സ്ത്രീകൾ ആ നാട്ടിലുള്ളപ്പോൾ കാലാകാലമായ ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ചത്തുപോയ ഗർഭപാത്രം ചുമക്കുന്ന ഒരു ആമേൻ മച്ചിയുടെ ഉദരത്തിൽ നിന്ന് പ്രവാചകനെ വിളിച്ച ദൈവം ഇത്. മനസ്സിലായോ? മനസ്സിലായോ? നിന്റെ തല വീണ അഭിഷേകം അത് വെറുതെ വന്നതല്ലെന്ന് പ്രാപിക്കാം. ഇത് വഴിതെറ്റി വന്നതല്ല. നിന്നെ തന്നെയാ ദൈവത്തിന് വേണ്ടത്. നിന്നെ തന്നെ. നിനക്ക് പകരം ഒരുത്തനെ നിർത്തിയാൽ ശരിയാകുകയില്ല. നിനക്ക് പകരത്തിന് ഒരാളെ നിർത്തിയാൽ ശരിയാകത്തില്ല. ഈ അഭിഷേകം തരാൻ നിന്നെ തന്നെയാ വിളിച്ചത്. എല്ലാരും പറഞ്ഞേ, വീണ്ടും ഉപയോഗിക്കും. രണ്ടുപേരെ തൊട്ട് പറ, വീണ്ടും ഉപയോഗിക്കും. ഈ വീണിട്ട് എഴുന്നേറ്റവർക്ക് വാശി കൂടുതലാണ്. ഞാനൊക്കെ എത്ര തവണ മലന്നടിച്ച് വീണേക്കുന്നു.
ചുമ്മാ വീഴുകയല്ല, മലന്നടിച്ച് വീണിട്ടുണ്ട്. ഇതൊന്നും വേണ്ടെന്നും പറഞ്ഞ് എടുത്ത് പൂട്ടിക്കെട്ടി വെച്ചു നാട് വിട്ട ആളാ ഞാൻ. ആ എന്നെ പിടിച്ച് പിന്നെ ഇവിടെ നിർത്തിയേക്കുക. നീ ബൈബിൾ എടുക്കുന്നതിനേക്കാൾ പിശാചിന് പേടി മൈക്ക് എടുക്കുന്ന. മനസ്സിലായോ? പ്രൈസ് ഗോഡ്. ഒന്ന് പറഞ്ഞ വീണ്ടും ഉപയോഗിക്കും. പത്രോസേ, നിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ശക്തനെ ഇനിയും എനിക്ക് ഉപയോഗിക്കണമെങ്കിൽ നീ ഒരു മാളിക മുറിയിലൂടെ കയറണം. എല്ലാ കോൺഫിഡൻസും നഷ്ടപ്പെട്ട്, എല്ലാ സ്വസ്ഥതയും നഷ്ടപ്പെട്ട് ഞാൻ വീണുപോയി കർത്താവേ, ഞാൻ നിന്നെ തള്ളിപ്പറഞ്ഞു കർത്താവേ. മനോവ്യസനത്തിൽ ഇരിക്കുന്ന പത്രോസിനു വേണ്ടി വീണ്ടും ഒരു മാളിക മുറി തുറന്നു. ആമേൻ. 11 പേരോടുകൂടെ പത്രോസ് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പത്രോസിന്റെ ഉള്ളിലെ ആവേശം നിങ്ങളൊന്ന് നോക്കണം. ഇനി ഒരിക്കലും ഇതുപോലെ എഴുന്നേക്കാൻ പറ്റുമെന്ന് കരുതിയതല്ല, ദൈവം എഴുന്നേൽപ്പിച്ചു. ദൈവം എഴുന്നേൽപ്പിച്ചു. ഞാൻ നിങ്ങളോട് പ്രവചിക്കുക, അടിവരയിട്ട് പ്രവചിക്കുക. 2025 മാർച്ച് മാസം 29 പ്രവീൺ പ്രസാദ് പ്രവചിച്ച പ്രവചനം എന്ന് പറഞ്ഞ് തന്നെ എഴുതി വെക്കണം. കേട്ടോ? അങ്ങനെ തന്നെ എഴുതി വെക്കണം. പ്രവചനം എന്താണെന്നറിയാമോ? നിന്നെ ഒരു തവണയെങ്കിലും വേദനിപ്പിച്ച, നിന്റെ കഴിഞ്ഞുപോയ കാലത്തെ സാക്ഷ്യത്തിന്റെ മേളിൽ കൂടെ ദൈവം നിന്നെ പറന്ന് നടക്കാൻ അഭിഷേകം ചെയ്യാൻ പോവാണ്. ഇന്നലെ വരെ ഉണ്ടായ വീഴ്ചയും നിരാശയും, ഇന്നലെ വരെ ഉണ്ടായ തകർച്ചയും, ഇന്നലെ വരെ ഉണ്ടായ വേദനയും, അതിന്റെ ഒക്കെ മീതെ പറന്ന് നടക്കാൻ പരിശുദ്ധാത്മാവ് ഇന്ന് ചിലരെ അഭിഷേകം ചെയ്യുന്നു. നഷ്ടപ്പെട്ടുപോയ കൃപാവരങ്ങൾ, നഷ്ടപ്പെട്ടുപോയ അഭിഷേകം, നഷ്ടപ്പെട്ടുപോയ സന്തോഷം, നഷ്ടപ്പെട്ടുപോയ വിശ്വാസം ഇന്ന് പകലിൽ യേശുവിന്റെ നാമത്തിൽ തിരികെ പ്രാപിക്കുക. ഓ, ആമേൻ. നിങ്ങളുടെ മിനിസ്ട്രി എസ്റ്റാബ്ലിഷ് ആകാൻ പോവാണ്. തള്ളിപ്പറഞ്ഞ നിന്നെ എല്ലാ കാലത്തും ഒരു ഇരുട്ടുമുറിക്കകത്ത് ഒതുക്കാമെന്ന് കരുതിയ പിശാചിന്റെ ലോകത്തിന് തെറ്റി ആ ഇരുട്ടുമുറിയിൽ നിന്ന് ഒരു മാളിക മുറിയിലേക്ക് നിന്നെ എടുത്തിടും. ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത അഭിഷേകത്തിന്റെ പുതപ്പുമായി ആ മാളിക മുറിയിൽ നിന്ന് നീ പുറത്തു വരും. ഒരുപാട് തലമുറകളെ അഭിഷേകം ചെയ്യുന്ന പുതിയ ശക്തി അഭിഷേകം. ഓ, നിർത്തല്ലേ. ഇത് നിന്റെ സമയം. തിരിച്ചു കേറിക്കോ. ആ, പ്രാപിക്ക. ഒരു പ്രാവ്, ചിറകിൽ തീ പിടിച്ചൊരു പ്രാവ് ഈ ഓഡിറ്റോറിയത്തിലൂടെ പറകുന്നു. ചിലരുടെ മേൽ തീ ഇറങ്ങി വീഴുന്നു. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പ്രവചിക്കട്ടെ. നീ എവിടെ തല കുനിച്ചോ, റിവഞ്ച് എഴുതി വെച്ചോ.
Hallelujah. റിവഞ്ച് എഴുതി വെച്ചോ. Amen. Ram Shekele Shatalara Thoro. ഇന്ത്യ കാണാൻ പോകുന്ന അടുത്ത ഉണർവിന്റെ മുമ്പിൽ ഇവിടെ ഇരിക്കുന്ന ചിലർ എന്റെ കൂടെ കാണും. ഞാൻ ആ ദൂത ഇന്ത്യ കാണാൻ പോകുന്ന അടുത്ത ഉണർവിന്റെ മുമ്പിൽ ഇവിടെ ഇരിക്കുന്ന ചിലരെ പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു. ചിലരുടെ തലയിലേക്ക് തീമഴ. Receive the fire of Holy Ghost. സ്വീകരിക്കുക. കേരളത്തിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു ഉപവാസ പ്രാർത്ഥനയിലോ കൺവെൻഷൻ ഗ്രൗണ്ടിലോ പ്രസംഗിച്ച് തീർക്കാനുള്ളതല്ല നിന്റെ ആയുസ്സും അഭിഷേകവും. നീ ചരിത്രമാക്. നീ ചരിത്രമാക്. നീ മരിച്ചു കഴിഞ്ഞാലും 10 തലമുറ നിന്റെ പേര് പറഞ്ഞു പറയണം. ഇങ്ങനൊരു പ്രവാചകൻ, ഇങ്ങനൊരു അപ്പോസ്തലൻ. ആമേൻ. ഈ പ്രൊഫറ്റിക് മിനിസ്ട്രിക്ക് ഒരു പ്രശ്നമുണ്ട്. അത് നിങ്ങളെ വല്ലാതെ ഫേമസ് ആക്കും. ആമേൻ. എന്താണ് പ്രൊഫറ്റിക് മിനിസ്ട്രി? നിങ്ങളെ വല്ലാതെ ഫേമസ് ആക്കും. പക്ഷെ അപ്പോസ്തോലിക് മിനിസ്ട്രി നിങ്ങളെ ചരിത്രമാക്കും. നിങ്ങൾക്ക് ഫേമസ് ആകണോ ചരിത്രമാകണോ? നിങ്ങൾക്ക് ഫേമസ് ആകണോ ചരിത്രമാകണോ? ചരിത്രമാകാൻ വിളിക്കപ്പെട്ട ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ എന്നോട് പിണങ്ങത്തില്ലെങ്കിൽ ഒരു കാര്യം പറയാം. പിണങ്ങത്തില്ലെങ്കിൽ ഒരു കാര്യം പറയാം. പിണങ്ങില്ല എന്ന് ഉറപ്പുള്ളവരൊന്ന് കൈ ഉയർത്ത് കാണട്ടെ. ഓക്കെ. ഈ ദൂത് നിങ്ങൾ പ്രാപിച്ചോ ഇല്ലയോ എന്ന് എപ്പോഴാണ് അറിയുന്നതെന്നറിയോ? ഈ യോഗം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുമ്പോഴാണ്. ഇത് പ്രാപിച്ചവൻ ഇനി കൈവെപ്പിക്കാൻ വരത്തില്ല. ഇത് മർമ്മ. ഇത് വിഴുങ്ങിയവൻ ഇനി കൈവെപ്പിക്കാൻ വരത്തില്ല. അവന്റെ മേൽ ഇത് വീണിട്ടുണ്ടെങ്കിൽ പിടികിട്ടിയോ? നിന്റെ കുടുംബത്തിലെ ശമൂവേലാകാൻ, നിന്റെ കുടുംബത്തിലെ ദാവീദാകാൻ, നിന്റെ കുടുംബത്തിലെ ശലോമോനാകാൻ നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നു. പ്രാപിച്ചോ? പ്രാപിച്ചോ? ഒന്ന് പറഞ്ഞേ. ഇല്ലാത്തത് മുളച്ചു വരും. ഇല്ലാത്തത് മുളച്ചു വരും. ഉള്ളത് ഫലം കായ്ക്കും. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സൂപ്പർ നാച്ചുറൽ പ്രോസ്പെറിറ്റി ഡിക്ലെയർ ചെയ്യുകയാണ്. ഒരിക്കല് ഒരു പാസ്റ്റർ, എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരാള് എന്നെ വിളിച്ചിട്ടൊരു ദൂത് പറഞ്ഞു. പ്രവീൺ പാസ്റ്ററെ, പാസ്റ്ററോട് ഒരു കാര്യം പറയാനുണ്ട്. കർത്താവ് പാസ്റ്റർക്ക് ഒരു സാധനം തരാൻ പോവാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ? അത് പാസ്റ്റർക്ക് അഭിഷേകമുണ്ട്, ശുശ്രൂഷയുണ്ട്, പക്ഷെ ഫിനാൻസ് ഇല്ല. നമ്മുടെ സത്യോ, കർത്താവ് അത് തരാൻ പോവാന്ന് പറഞ്ഞു. ആ ദൂത് കേട്ട അന്ന് തൊട്ട് എനിക്ക് കോടികൾ വരാൻ തുടങ്ങി എന്നല്ല ഇതിൻ്റെ അർത്ഥം. എനിക്ക് വലിയ ബന്ധങ്ങൾ തരാൻ തുടങ്ങി.
ഒരു കാര്യം പറയാൻ പോവാ, എടുക്കാൻ കപ്പാസിറ്റി ഉള്ളവരെടുത്തോ, അല്ലാത്തവർ താങ്ങി പിടിച്ചാണെങ്കിലും കൊണ്ടുപോകും. സ്തോത്രം. നിനക്ക് തരാൻ വെച്ചിരിക്കുന്ന അത്ഭുതത്തിന്റെ മെഷർമെന്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് തരാൻ പോകുന്ന സാക്ഷ്യത്തിന്റെ അളവ് എടുത്തുകൊണ്ടിരിക്കുക. ഒന്നുകൂടെ പറയട്ടെ, വണ്ടി വിളിച്ചാണെങ്കിലും കൊണ്ടുപോകണം, ഇവിടെ ഇട്ടേക്കല്ലേ. സ്തോത്രം. പറ, വണ്ടി വിളിച്ചാണെങ്കിലും കൊണ്ടുപോകണം പറ, തൊട്ടേച്ച് പറ അച്ഛാ, പറയച്ചാ തൊട്ടേച്ച് പറ, ഇവിടെ ഇട്ടേക്കരുതെന്ന് പറ. നിന്റെ നാട്ടിലെ ഏറ്റവും വലിയ ജന്മിയുടെ വീട്ടിലില്ലാത്തത് നിന്റെ വീട്ടിൽ വരും. നിന്റെ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ വീട്ടിലില്ലാത്ത നിന്റെ വീട്ടിൽ വരും. Because of anointing, ദൈവം തന്ന അഭിഷേകം. അഭിഷേകത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇത് തരുന്നതെല്ലാം ഹൈ ക്വാളിറ്റി സാധനം തരുള്ളൂ. ആമേൻ. ഞാൻ പറഞ്ഞില്ലേ, ഈ വീണവര് എഴുന്നേറ്റാൽ അവരെ സൂക്ഷിക്കണം, അവരെ ഒന്ന് നോക്കി വെച്ചേക്കണം. കാരണം നിൽക്കുന്ന നിപ്പിൽ അവരങ്ങ് പൊങ്ങും. ഞാൻ ഇന്നലെയാണോ ഞായറാഴ്ച സൺഡേ ആണെന്ന് തോന്നുന്നു, ഞാൻ ചർച്ചിൽ പറഞ്ഞൊരു സാക്ഷ്യം. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച സൗദിക്ക് പോയപ്പോൾ ഈ കൂടെ സൗദിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് പോയ സമയത്ത് ഞാൻ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു. എല്ലാ ഫ്ലൈറ്റിൽ നിന്ന് ഞാനാണ് ഏറ്റവും ലാസ്റ്റ് ഇറങ്ങുന്നത്. കാരണം എൻ്റെ ഉറക്കം തീരുന്ന സമയം അതാണ്. ഞാൻ ഫ്ലൈറ്റിലിരുന്ന കൂടുതൽ ഉറങ്ങുക. അപ്പോൾ എൻ്റെ ഉറക്കമെല്ലാം കഴിഞ്ഞ് ഞാൻ ഈ ക്യാബിൻ ക്രൂ വന്ന ഒരാൾ എന്നോട്, സാർ എഴുന്നേക്കാൻ പറഞ്ഞു, പോകാൻ സമയം എന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് വീട്ടിൽ പോകണമെന്ന്. ഞാൻ ഇറങ്ങി ചെല്ലുമ്പോൾ പൈലറ്റുമാർ രണ്ടുപേർ ഇറങ്ങി വരികയാണ്. പൈലറ്റും കോ പൈലറ്റും രണ്ടുപേരൂടെ ഇറങ്ങി വരികയാണ്. ഇവരെ കണ്ടോണ്ട് ഈ ആ രാജ്യത്തിന്റെ പോലീസുകാര് ഇവരെ സല്യൂട്ട് ചെയ്തിട്ട് ഗുഡ് മോർണിംഗ് സാർ, ഗുഡ് ഈവനിങ് സാർ, ഗുഡ് നൈറ്റ് സാർ ഇങ്ങനെ പറയാണ്. അപ്പൊ ഞാൻ ചിന്തിച്ചടാ, ഇവൻ ഈ വണ്ടിയുടെ ഡ്രൈവർ അല്ലേ? ആണോ? ഈ വണ്ടിയുടെ ഡ്രൈവർ അല്ലേ പുള്ളി? ശരിയാണോ? നേരെ മറിച്ച് അതൊരു ഓട്ടോറിക്ഷ ഡ്രൈവറോ ഒരു ലോറി ഡ്രൈവറോ ആണെങ്കിൽ ഇവര് ഗുഡ് മോർണിംഗ് പറയുമോ? ഇനി പോട്ടെ, ഞാൻ യാത്ര ചെയ്ത വണ്ടിയുടെ ഡ്രൈവറാ പുള്ളി. ആ ഫ്ലൈറ്റിനകത്ത് ഏറ്റവും നല്ല ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്ത് എനിക്ക് തരാത്ത ഗുഡ് മോർണിംഗ് ഇവന് കൊടുത്തു. എൻ്റെ ഉള്ളിലൊരു വിഷമം. അപ്പൊ ഞാൻ ചോദിച്ചത്, ഇത് എന്താ പരിപാടി കർത്താവേ? അപ്പൊ കർത്താവ് എന്നോട് പറയാടാ, ഇവര് മേഘങ്ങൾക്കിടയിലൂടെ ഓടിച്ചുകൊണ്ട് വരുന്നവരാ. സ്തോത്രം. ആ റേഞ്ചിൽ പോകുന്നവർക്കേ അത് കിട്ടും. എല്ലാരും ഓടിക്കുന്ന പോലെ ഓടിച്ചിട്ട് കാര്യമില്ല. എല്ലാരും ഓടിക്കുന്ന പോലെ ഓടിച്ചിട്ട് കാര്യമില്ലെന്ന. അങ്ങനെ ഞാനിത് ചോദിച്ചോണ്ടിരിക്കുമ്പോ കർത്താവ് പറയാ, ഈ റോഡിൽ കൂടെ ഓടുന്ന വണ്ടിക്ക് 100 സ്ഥലത്ത് കൈ കാണിക്കാൻ ആള് കാണും. ആകാശത്തിൽ കൈ കാണിക്കാൻ എവനേലും ഉണ്ടോ? ആരുമില്ല.
അതിന് വളർന്ന ആരുമില്ല. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ കയറി എല്ലാരും ഈ കൈ കാണിക്കുന്നതിന്റെ അർത്ഥം നീ അവരുള്ള റോഡിൽ കൂടെ ഓടുന്നോണ്ടാ. അവർക്ക് എത്താൻ പറ്റാത്തോടത്തൊന്ന് കേറിക്ക്. അവർക്ക് എത്താൻ പറ്റാത്തോടത്ത് കേറി പറക്ക്. യേശുവിന്റെ നാമത്തിൽ ഞാൻ കാണുന്നു ചിലരുടെ നിലവാരം തന്നെ മാറുകയാണ്. ചിലരുടെ നിലവാരം തന്നെ മാറുകയാണ്. അടങ്ങിയിരിക്കല്ലേ, സ്വീകരിക്ക. അതുകൊണ്ട് ഈ വീണുപോയ ആൾക്കാര് എഴുന്നേറ്റ് വരുമ്പോൾ അവരെ ഒന്ന് സൂക്ഷിച്ചോ. അവർ ചരിത്രം ഉണ്ടാക്കാൻ എഴുന്നേറ്റ് വരുന്നവരാ. എന്തിനാ? ചരിത്രം ഉണ്ടാക്കാൻ. ദൈവം കൊടുത്ത ഡയറക്ഷനിൽ പോകാതെ തനിക്ക് തോന്നിയ സ്ഥലത്തേക്ക് ടിക്കറ്റ് എടുത്ത യോനായെ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? ഈ ദിവസങ്ങളിൽ പലതവണ പറഞ്ഞൊരു കാര്യമാണ്. എങ്കിലും ഇവിടെ ഇരിക്കുന്നവരുടെ സ്പീഡ് കൂടാൻ ഇതൊന്ന് പറയാൻ പോവാ. യോനാ പ്രവാചകനെ വിഴുങ്ങിയ ആദ്യ മത്സ്യത്തെക്കുറിച്ച് ഹീബ്രുവിൽ എഴുതിയിരിക്കുന്നത് ദാഗെന്ന, DAG, ദാഗ്. ആ ദാഗിന്റെ അർത്ഥം മസ്കുലിൻ ഫിഷ് എന്ന് പറഞ്ഞാൽ പുരുഷ മത്സ്യം. എന്നാൽ യോനായെ നിനവേയിൽ കൊണ്ടുപോയി ഛർദിച്ച് കളഞ്ഞ മത്സ്യത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഫെമിനൈൻ ഫിഷ് എന്ന, അഥവാ ദാഗ എന്ന വാക്കിന്റെ അർത്ഥം സ്ത്രീ മത്സ്യം എന്ന. യോനാ പ്രവാചകൻ ചെന്ന് വീണത് ഒരു പുരുഷ മത്സ്യത്തിന്റെ സ്റ്റൊമക്കിലാണ്. പക്ഷെ ഇയാൾ ചെന്ന് വീണപ്പോൾ ആ സ്റ്റൊമക്ക് യൂട്രസ് ആയി. സ്റ്റൊമക്ക് ദഹിപ്പിക്കും. അവിടെ ദഹന ഗ്രന്ഥികളുണ്ട്, ദഹന രസങ്ങളുണ്ട്. എന്നാൽ യൂട്രസ് പിടികിട്ടിയോ? കരവഴിയോ കുതിരയിലൂടെയോ കഴുതയിലൂടെയോ കാളവണ്ടിയിലൂടെയോ ഈ മനുഷ്യൻ നിനവേയിലെത്താൻ യാത്ര തുടങ്ങിയാൽ കുറഞ്ഞത് 80 ദിവസം 70 ദിവസം കരമാർഗത്തിൽ യാത്ര ചെയ്യണം. ഇനി കപ്പലിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ 3 മാസം കൊണ്ട് താൻ നിനവേയിലെത്തൂ. എന്നാൽ ദൈവം താൻ നോക്കിയപ്പോൾ ഇവനെ എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കാൻ ഒറ്റ മാർഗമുള്ളൂ. ഒരു മത്സ്യത്തിന്റെ വായിലൊട്ടം കൊടുത്തു. 3 ദിവസം കൊണ്ട് ഒരു ദൂത് പറയാം. ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങളോട്, ഞാൻ അനുഭവിച്ച നിന്ദകളോട്, ഞാൻ അനുഭവിച്ച പ്രതിസന്ധികളോട് ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. കാരണം നിങ്ങൾ എന്റെ വേഗത കൂട്ടി തന്നു. ആമേൻ. എത്ര പേര് കേട്ടു? ഹീബ്രു വായിക്കാൻ അറിയാവുന്നവരുണ്ടെങ്കിൽ വീട്ടിൽ പോയി നോക്കിക്കോ. ആദ്യ മത്സ്യത്തിന് ദാഗ് എന്നും രണ്ടാമത്തെ മത്സ്യത്തിന് ദാഗ എന്നുവാ കൊടുത്തിരിക്കുന്നു. ഒന്നാമത്തത് പുരുഷ മത്സ്യം, രണ്ടാമത്തത് സ്ത്രീ മത്സ്യം. സ്ത്രീ മത്സ്യം കൊണ്ട് എന്ന് യോനായെ കടൽക്കരയിലേക്ക് ഉമിഴ്ന്നു കളഞ്ഞു. 3 ദിവസം കൊണ്ട് കപ്പൽ വഴി 3 മാസം, കരമാർഗ 70 ദിവസം അടി കൂടെ വിട്ടു. പറടാ, എതിലേ കൂടെ വിട്ടേ? അടി കൂടെ വഴിയില്ലാത്തോടത്ത് ഹൈ സ്പീഡില്. എനിക്കറിയത്തില്ല ആരോ ആ വേഗതയെ പിടിക്കുന്നു, ആ സ്പീഡിനെ പിടിക്കുന്നു. കഴിഞ്ഞ 20 വർഷം, 10 വർഷം, 15 വർഷം
നിനക്കില്ലാതിരുന്ന സ്പീഡ് ഇന്ന് പകലിൽ യേശുവിന്റെ നാമത്തിൽ ഒന്ന് പറഞ്ഞേ. ഞാൻ ചെന്ന് വീണത് അല്ല, ഞാൻ പറയാം, ഞാൻ ചെന്ന് വീണത് എൻ്റെ പ്രശ്നത്തിനകത്തേക്കല്ല, എന്നെ കൊണ്ട് പോകാൻ റെഡിയായി നിൽക്കുന്ന വണ്ടിക്കകത്തേക്കാണ്. എവിടെയാ? എന്നെ കൊണ്ട് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന വണ്ടിക്കകത്തേക്ക്. നിങ്ങൾക്കുള്ള വണ്ടിയുമായി ദൂതന്മാർ പുറത്ത് കാത്തു നിൽക്കുന്നു. ഇവിടെ ചിലരുടെ അടുത്ത് ഞാൻ ഏഞ്ചൽസിനെ കാണുന്നു. ഈ ഗൗൺ ധരിച്ച ഏഞ്ചൽസ്, അവരുടെ ക്ലോത്ത് കൊണ്ട് ചിലരെ ഇങ്ങനെ മൂടി പിടിച്ചേക്കുന്ന കാണും. സ്വീകരിച്ചേ. അതുകൊണ്ട് എല്ലാരും വിചാരിച്ചത് ഞാനൊരു പ്രശ്നത്തിലേക്കാ വീണതെന്ന. അത് പ്രശ്നമല്ലടാ, നിന്റെ സ്പീഡ് കൂട്ടുന്ന സ്ഥലം. ഏതാണ്? പറ. ആ അപവാദത്തിനായി നന്ദി കർത്താവേ, ആ കടഭാരത്തിനായി നന്ദി കർത്താവേ, ആ ജപ്തി നോട്ടീസ് അവർക്ക് ഇപ്പോഴെങ്കിലും ഒട്ടിക്കാൻ തോന്നിയതിന് നന്ദി കർത്താവേ. എന്റെ ഹൗസ് ഓണർ എന്നെ ഇറക്കി വിട്ടതിന് നന്ദി കർത്താവേ. നിങ്ങളുടെ അഭിഷേകത്തിന്റെ അളവ് കൂടിയോ ഇല്ലയോ എന്നറിയാൻ ഞാനൊരു ടിപ്പ് പറഞ്ഞു തരട്ടെ. എല്ലാവരോടും ചെന്ന് പറയരുത്, നമ്മളെ അറിയോ. ഓക്കെ, കഴിഞ്ഞ വർഷം നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ബ്ലോക്ക് ചെയ്തത് 3 പേരെയാണ്. ഈ വർഷം അത് 30 ഓർത്തോ, നീ വളരുകയാണ്. മനസ്സിലായില്ല? ശത്രുവിന്റെ എണ്ണം കൂടിയ ഓർത്തു, നീ കറക്റ്റ് ട്രാക്കിലാ. ചില ജപ്തികൾ ക്യാൻസൽ ആയിക്കൊണ്ടിരിക്കുന്നു, ക്യാൻസറുകൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. ഒരു അത്ഭുതവും ഇനി നടക്കില്ലെന്ന് പറഞ്ഞ ആ കുടുംബ വിഷയത്തിൽ അത്ഭുതം ഇപ്പോൾ സംഭവിക്കുന്നു. മരിച്ചെന്ന് വിധി എഴുതിയ രോഗം, മരിച്ചെന്ന് വിധി എഴുതിയ ചില വീടുകൾ ഇന്ന് പകലിൽ യേശുവിന്റെ നാമത്തിൽ റിസ്റ്റോർ ആകുന്നു. സ്വീകരിക്കുക. ആമേൻ. ഒരാമേൻ പറ. വീണവരെ സൂക്ഷിക്കുക. അവരെഴുന്നേൽക്കുന്നത് ഒരു വലിയ ചരിത്രമായിട്ടാണ്. നിങ്ങൾ ഈ കടുവ വെള്ളത്തിലേക്ക് എടുത്ത് ഇങ്ങനെ ചാടും. ഒരു 10 മിനിറ്റത്തേക്ക് ഇതിനെ കാണാൻ പറ്റില്ല. നമുക്കറിയാം ഇവൻ വെള്ളത്തിന്റെ അടിയിൽ ഉണ്ടെന്ന്, പക്ഷെ ഇവനെ 10 മിനിറ്റത്തേക്ക് കാണാൻ കിട്ടില്ല. കുറെ കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവൻ ഇങ്ങനെ വായിലൊരു വലിയ സാധനത്തെ കടിച്ചു പിടിച്ച് ഇങ്ങനെ അള്ളി കയറി വരുന്നതാണ്. ആമേൻ. ചിലടത്തൊക്കെ മുങ്ങി കൊടുത്തത് രാജകീയമായി പൊങ്ങി വരാനാണ്. ന്യായം എൻ്റെ ഭാഗത്താണ് എന്നറിഞ്ഞിട്ടും ബോധപൂർവം എവിടെയെങ്കിലും മിണ്ടാതിരുന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിനക്ക് നട്ടലില്ലാത്തവനാന്ന് പറഞ്ഞവര് കാണും. പക്ഷെ അവർക്കറിയാൻ മേല നീ രാജാവായി വാഴാൻ പോവാണ്.
ചെയ്യാത്ത അപരാധത്തിന്റെ പേരിൽ തലകുനിച്ച് ആരേലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ നിനക്കൊരു സ്പെഷ്യൽ ഹോണർ ദൈവം മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പ്രവചിക്കുന്നു. വീണുപോയ, താഴ്ന്നുപോയ തന്റെ കോൺഫിഡൻസിൽ നിന്ന് പത്രോസിനെ ദൈവം തിരിച്ചെടുക്കുമ്പോൾ അയാൾക്കൊരു മാളിക മുറി ദൈവം കൊടുത്തു. പത്രോസേ, കൊടഞ്ഞു കളഞ്ഞ് എഴുന്നേറ്റ് വാ. അടുത്തുപോയി നിൽക്കാൻ വേദനിച്ചവൻ, അകലം വിട്ട് മാറി നിന്നവൻ, മാളിക മുറി കഴിഞ്ഞുള്ള അധ്യായത്തിൽ എഴുതിയിരിക്കുക, അവന്റെ റൂമാലുകൾ തേടി ആളുകൾ വന്നു. ആമേൻ. ആരോടാണെന്ന് എനിക്കറിയില്ല. ഈ ശുശ്രൂഷയിൽ ഇന്ന് സംബന്ധിക്കുന്ന ചുരുക്കം ചിലരോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഇനി വേണ്ട കർത്താവേ, എന്നെ എൻ്റെ വഴിക്ക് വിട് എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട ചിലർ ഇവിടെ ഇരിപ്പുണ്ട്. അവരോട് പരിശുദ്ധാത്മാവ് പറയുക, നീ നിന്റെ തേജസ്സിലേക്ക് തിരിച്ചു കയറിയാൽ പലരും കാലം കൊണ്ട് കൊതിച്ചിരുന്നത് ഞാൻ നിനക്ക് ഇവിടുന്ന് തന്നുവിടും. ഞാൻ മടുത്തു, ഞാൻ ഓടി തളർന്നു, നിനക്ക് വേണ്ടി ഓടിയവരിൽ ഞാൻ മാത്രമേ ശേഷിക്കുന്നുള്ളൂ, എൻ്റെ പ്രാണനും കൂടെ അങ്ങ് എടുക്ക എന്ന് വാടി തളർന്ന് ചൂരച്ചെടിയുടെ തണലിലിരുന്ന ഏലിയാവിനോട് പറയാ, ഡാ എഴുന്നേക്കടാ, നിനക്കൊരു ദൂരയാത്രയുണ്ട്. നിനക്കൊരു ദൂരയാത്രയുണ്ട്. ഇവിടെ വലിയ ദുഃഖവും സങ്കടവും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കർത്താവ് ഇതൊന്നും മൈൻഡ് ചെയ്യാതെ വന്ന് പറയുക, ചെരുപ്പിട്ടെ, പാൻറിട്, വണ്ടി റെഡിയായി കിടക്കുക. എന്റെ തലമുടിയാണ് എന്റെ അഭിഷേകത്തിന്റെ കാരണം എന്നെല്ലാവരെയും പോലെ വിശ്വസിച്ച ശിംശോൻ തന്റെ മുടിയും പോയി, കാഴ്ചയും പോയി, ക്ഷേത്രത്തിന്റെ തൂണിൽ കെട്ടപ്പെട്ടവനായി കിടക്കുമ്പോൾ ഒരു വാക്ക് ദൈവത്തോട്, എന്നെ ഒരിക്കൽ കൂടി ഓർക്കണേ, എന്നെ ഒരിക്കൽ കൂടി. എഴുതിയിരിക്കുക, താൻ ജീവകാലത്ത് ചെയ്തതിലധികം. ആമേൻ. എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഇങ്ങനെ ദൈവത്തിന് നിങ്ങളെ വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. ഒന്ന് പറ, ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു. വേണേ പറഞ്ഞാ മതി, ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു. ഇവിടുത്തെ പെന്തക്കോസുകാർ പറയും, ഏച്ച് കെട്ടിയാൽ മുഴച്ച ഇരിക്കുള്ളൂ. ആകെ ചുമ്മാ നല്ല നല്ല ക്ലീൻ ആയിട്ട് വെൽഡ് ചെയ്യാൻ അറിയാവുന്ന പിള്ളേരുണ്ട്. എന്റെ കൂടെ ഉണ്ടോ നിങ്ങള്? ഏച്ച് അല്ലേലും പഴയ പോലൊന്നും അവര് കണ്ടേക്കുന്ന അങ്ങനെയുള്ള ചരിത്രമാണ്. ഇത് ചരിത്രം വേറെയാ. ഞാൻ നിങ്ങളോട് പ്രവചിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം തുടങ്ങുന്നു. ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലേക്കും സൂപ്പർ നാച്ചുറൽ വിഷൻ തുറക്കുക. സൂപ്പർ നാച്ചുറൽ വിഷൻ തുറക്കുകയാണ്. ഇതുവരെ 100 ചിന്തിച്ച നിന്റെ മുമ്പിൽ നീ 10,000 ചിന്തിക്കട്ടെ. ഇതുവരെ 2 ചിന്തിച്ച നിന്റെ മനസ്സിൽ അത് 4 ചിന്തിക്കട്ടെ. നിലവിൽ നിൽക്കുന്നതിന്റെ 10 മടങ്ങ്
നീ പുതിയ കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങട്ടെ. പറഞ്ഞ ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു. തിരിച്ചു വന്നിരിക്കുന്നു. പാസ്റ്റർ, ഈ തിരിച്ചുവരവിനൊരു പ്രത്യേകതയുണ്ട്. എന്താ കാര്യം എന്നറിയോ? ഞാൻ അങ്ങോട്ട് പോയപ്പം എന്റെ കൂടെ വാ, കൂടെ വാ പ്ലീസ്, ശ്രദ്ധിക്കുക. ഞാൻ അങ്ങോട്ട് പോയപ്പം ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതാ കണ്ടേ. പക്ഷെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പം, അഥവാ ഞാൻ മടങ്ങി വന്നപ്പം, അതിലൊരാൾ എന്നെ ഇങ്ങനെ പിടിച്ച്, നീ ദൂരെ കണ്ട ചിലത്, നീ ദൂരെ കണ്ട ചിലത്, നീ അതുമായി ഏറ്റുമുട്ടാൻ പോകുന്നു. നീ അതുമായി ഏറ്റുമുട്ടാൻ പോകുന്നു. ചിലർ കൈയും ചലിക്കാൻ കൗണ്ട്. Receive it. Receive it. Receive it. പ്രാപിക്കുക.